ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ഇസ്തിആസ ചെയ്തു. ഇങ്ങനെ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ച, അല്ലാഹു അല്ലാത്ത ആളുകളിൽ ഒരിക്കലും തന്നെ ഭരമേൽപ്പിക്കരുതെന്ന് പഠിപ്പിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആദം നബി ഇങ്ങനെ ശിർക്ക് ചെയ്യുന്നാണോ പറയുന്നത്? അപ്പൊ ഇവര് മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ ഇടയിൽ വെച്ച് അള്ളാഹുവിലേക്ക് അടുക്കണം. അതിനെന്താ തെളിവ്? അള്ളാഹിന്റെ റസൂലിന്റെ ഇടയിൽ വെച്ച് ആദം നബി അങ്ങനെ അടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ കൊണ്ടോ സ്വഹീഹ് ഹദീസ് കൊണ്ടോ അല്ല, ഈ കള്ളക്കഥ കൊണ്ട് സ്ഥാപിക്കുന്നു. ഇത് മാത്രല്ല, പിന്നെ പറയുന്നത് വസ്തഗാസ ബിഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ജായ വർക്കത്ത് കൊണ്ട്. കണ്ടോ? അപ്പൊ കപ്പൽ സഞ്ചരിച്ചത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് നൂഹ് നബിയുടെ കാലഘട്ടത്തില്. ആ നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ കപ്പല് അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ് സഞ്ചരിച്ചതെന്നും അവിടെ ആ തകർത്തപ്പോൾ അതിൽ രക്ഷപ്പെടാൻ നൂഹ് നബി അള്ളാഹിനോടാണ് ദുആ ചെയ്തതെന്നും ഒക്കെ അള്ളാഹു തആല പറയുന്നുണ്ട്. എന്നാൽ ഖുർആൻ പറഞ്ഞ സത്യത്തിന് വിരുദ്ധമായി മങ്കൂസ് മൗലിയിൽ പറയുന്നത് മുഴുവനും റസൂലുള്ളാഹിനോട് നൂഹ് നബി തേടി എന്നാണ്. കഴിഞ്ഞില്ല, വീണ്ടും പറയുകയാണ് എന്ത്? വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹു മുഹമ്മദാ. നമ്രൂദ് എന്ന രാജാവ് ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം മുതുകിലുള്ളത് കൊണ്ടാണ്. ഇപ്പൊ എന്താണ് ഇത് വായിക്കുന്ന ഒരു മനുഷ്യനും അറിയാം? മുസ്ലിയാക്കന്മാർ ഈ കള്ളക്കഥ, ഈ അന്ധവിശ്വാസം ഈ ഉമ്മത്തിന്റെ മുതുകിൽ വെച്ചു കൊടുക്കും. എന്താ അവർ വിശ്വസിക്കുക? പ്രതിസന്ധി ഘട്ടത്തിൽ അമ്പിയാക്കൾ പോലും അള്ളാന്റെ റസൂലിനെ സഹായിയായി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദു ബിയദി മാലി സിവാക വലാ അൽവിലാഹദി. ഇവരെ മൗലിദുള്ള ബൈത്താണ്. യാ സയ്യിദി എന്റെ നേതാവായ നബിയെ, യാ സനദി എന്റെ അവലംബമേ, ഖുദു ബിയദി എന്റെ കൈപിടിക്കണേ റസൂലേ, മാലി സിവാക വലാ അൽവിലാഹദി. എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, ഞാൻ മറ്റൊരാളിലേക്കും തിരിയുന്നുമില്ല. കണ്ടോ? അല്ലാഹനെ പോലും പൂർണ്ണമായി വിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന ശിർക്കൽ വിശ്വാസത്തിലേക്ക് പ്രമാണം കയ്യിലില്ലാത്ത സമസ്ത ഷിയാക്കളുടെ ജൂതന്മാർ ആദർശം സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ മതം അങ്ങോട്ട് വെച്ചു കൊടുത്തു. അതാ ഞങ്ങൾ പറഞ്ഞത് സമസ്ത മതം അന്ധവിശ്വാസത്തിന് മാറാപ്പാണ് എന്ന് പറയാൻ കാരണം. വെറുതെ പറഞ്ഞതല്ല, അത് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അരിശണ്ടായിട്ട് കാര്യമില്ല, വസ്തുത സത്യമാണ്. 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 20-ാമത്തെ ആയത്തിന്റെ സൂക്തം ഒന്ന് ഓതി നോക്കൂ. കുൽ പറയൂ നബിയേ, ഇന്നമാ ദഊ റബ്ബി വലാ ഉശ്രികു ബി അഹദാ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, അതിൽ ഞാൻ ഒരാളെയും പങ്കുവെക്കുകയില്ല. വിശുദ്ധ ഖുർആൻ 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 18-ാമത്തെ സൂക്തത്തില് വീണ്ടും അല്ലാഹു പറയുന്നു, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിന്റെ ഭവനമാണ്. ആ പള്ളിയിൽ വെച്ച് അല്ലാഹുവോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു തേടരുത്. അല്ലാഹുവിന്റെ റസൂലിനെ മാത്രല്ല സഹോദരങ്ങളെ, ആ റസൂലിന്റെ കൂടെ ജീവൻ മരണ പോരാട്ടം നടത്തി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ഷഹീദായിട്ടുള്ള മഹാന്മാരായ ബദരീങ്ങളുണ്ടല്ലോ. ആ ബദരീങ്ങൾ സ്വന്തത്തോട് ചോരയോട് ഏറ്റുമുട്ടിയത് എന്തിനാ? അല്ലാഹനെ പോലെ ഇബ്രാഹിം നബിയും അള്ളയാണെന്ന് പറഞ്ഞവരോടല്ല, അല്ലാഹനെ പോലെ സ്വയം കഴിവുണ്ട് ഞങ്ങൾ വിളിച്ചു തേടുന്ന ആളുകൾക്ക് എന്ന് വിശ്വസിച്ചവരെല്ലാവര്, മറിച്ച് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകന്റെ വചനങ്ങളും നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബാണ് അന്നം നൽകുന്നവനെന്നും അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ പടച്ച തമ്പുരാനിൽ അവർ പങ്കു ചേർത്തിരുന്നു. അതാണ് ഖുർആൻ അവരെ കുറിച്ച് വളരെ കൃത്യമായി കൊണ്ട് 10-ാം അധ്യായത്തിലൂടെ 18-ാമത്തെ സൂക്തത്തിലൂടെ പറഞ്ഞു തന്നതെന്ത്? വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ഉപകാരോപദ്രവം ചെയ്യാത്ത ഈ ആളുകളെ എന്തിനാ നിങ്ങൾ വിളിക്കുന്നത്?
അഥവാ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ലാത്തവനാത്ത ഔലിയാക്കന്മാരെ, പൂർവിക സമൂഹത്തിലെ സ്വാലിഹ്യങ്ങൾ എന്നറിയപ്പെട്ട വദ്, സുവാഇ, യഊഖ്, യഊസ്, നസ്ർ പോലെയുള്ളവരെ ഇന്ന് എന്തിനാണ് നിങ്ങൾ കഅബാലയത്തിന്റെ ഉള്ളിൽ വെച്ച് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി ജീവിച്ച ആ മഹാന്മാരുടെ അവശിഷ്ടങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ രൂപത്തിൽ കല്ലുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ എന്തിനാണ് അതിന്റെ പിന്നിലുള്ള ആളുകളോട് ദുആ ചെയ്യുന്നതെന്ന് ചോദിച്ചാവളുടെ മറുപടി എന്താണ്? ഇവർ പടച്ചോന്മാരാണ്, ഇവർക്ക് സ്വമതീയത്തുണ്ടെന്നല്ല. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ അള്ളാഹുവിലേക്കുള്ള ശുപാർശക്കാരാണ് മുഹമ്മദ്. ഇതായിരുന്നു മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസം. സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൽ നിന്ന് അവരെ കൃത്യമായി കൊണ്ട് ഏകദൈവ ആരാധനയിലേക്ക് പടച്ചവന്റെ കൃത്യമായ വഹദാനിയത്തിലേക്ക് അവരെ ക്ഷണിച്ചു. ആ ക്ഷണിച്ചപ്പോൾ അവരെ ആക്രമിച്ചു. എന്നാൽ നീണ്ട 13.5 വർഷക്കാലം ആ പ്രയാസം സഹിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലൂടെ അവർ നീങ്ങി. അവസാനം ഈ ആദർശമനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ മക്കായിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. വീണ്ടും അവിടെ വെച്ചുകൊണ്ട് ആക്രമിച്ചപ്പോൾ ഒരു ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നപ്പോൾ അവസാനം അവർക്ക് യുദ്ധം ചെയ്യാൻ അനുമതി കിട്ടി. അതിന്റെ ഭാഗമായി അവർ പോരാടിയതാണ് സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി അധർമ്മത്തെ പരാജയപ്പെടുത്താൻ. അങ്ങനെയാണ് പോരാടിയത്. നോക്കൂ നിങ്ങൾ, ജാഹിലിയത്തിലെ ശിർക്കിനെ പറ്റി ഇവരുടെ പണ്ഡിതന്മാർ തന്നെ എഴുതിയിട്ടുള്ളതാണ്. അൽ ഇസ്മായിൽ പിന്നെ ഷഹീദ് അദ്ദഹ്ലവിയുടെ ലേഖനം വിവർത്തനം ചെയ്തുകൊണ്ട് മുസമ്മിൽ കൗസരി എന്ന് പറയുന്ന ആള് അൽ ബലാഗ് 2010 ഒക്ടോബറിൽ പുറത്തു വിട്ടിട്ടുള്ള ലേഖനത്തിലുള്ളതെന്താണ്? ജാഹിലിയത്തിലെ ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മക്ക കാഫിറുകൾ അവരുടെ ആരാധ്യന്മാരെ അള്ളാഹുവിന് തുല്യമായും സമന്മാരായും ഗണിച്ചിരുന്നില്ല. മാത്രമല്ല അവരുടെ ആരാധന്മാര് സൃഷ്ടികളും അള്ളാഹുവിന്റെ ദാസന്മാരാണെന്ന് അവർ സമ്മതിച്ചിരുന്നു. തങ്ങളുടെ ഇലാഹുകൾക്ക് അള്ളാഹുവിന്റെ ശക്തിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിരുന്നു എന്നോ അവരും അള്ളാഹു തുല്യമാണെന്നോ അവർ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് അവരുടെ ആരാധന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നേർച്ചയർപ്പിക്കുകയും വഴിപാട് നടത്തലും അവരെ അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള ശുപാർശക്കാരിലാക്കലുമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ മക്ക കാഫിറുകൾ ചെയ്തത് പോലെയുള്ള ഈ കാര്യങ്ങൾ ഏതെങ്കിലും സൃഷ്ടികളോട് ആ സൃഷ്ടികൾ അല്ലാഹുവിന്റെ ദാസന്മാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ചെയ്താലും ആ ചെയ്യുന്നവനും അബൂജഹലും ശിർക്ക് ചെയ്യുന്ന വിഷയത്തിൽ തുല്യമാണ്. കണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ആധുനിക മുസ്ലിയാക്കന്മാർക്ക് അബൂജഹലിന്റെ ഈമാൻ പോലും ഇല്ല എന്ന് പറഞ്ഞത്. എന്താ? അബൂജഹൽ മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആണെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാ മുസ്ലിയാക്കന്മാരോ അത് മൊയ്തി ശേഖാണെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? ഖുതുബിയ്യത്തിലൂടെ അതല്ലേ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഈ പിഴച്ച വിശ്വാസത്തിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്താനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മഹാരഥന്മാരായ ബദരീങ്ങള് രക്തസാക്ഷികളായതെങ്കിൽ ഇന്ന് ആ ബദരീങ്ങളുടെ പേരിലും ഈ മുസ്ലിയാക്കന്മാർ ചൂഷണം തുടങ്ങി. ആ മഹാന്മാരായ ബദരീങ്ങളെ ഒറ്റ സ്വഹാബിയും പിൽക്കാലത്ത് മരണപ്പെട്ടതിന് ശേഷം അവരുടെ പേരിൽ ആണ്ട് കൊണ്ടാടിയില്ല. മാത്രമല്ല അവരുടെ പേരിൽ മൗലിദോ മാലയോ ഉണ്ടാക്കിക്കൊണ്ട് അത് വരുമാന മാർഗമാക്കിയില്ല. എന്നാ മുസ്ലിയാക്കന്മാരോ അത് സമൂഹത്തിന് മുമ്പില് പ്രചരിപ്പിക്കുകയാണ്. എന്താ പ്രചരിപ്പിക്കുന്നതെന്നറിയോ? എന്നും കൊടുമ മീകന്തോരി ദീനത്തില് അവരെ വിളിച്ചിതു അനയിരുന്നെങ്കില് അന്നേരം തന്നെ ശിഫകളെ കിട്ടാതെ ആയിട്ടതില്ലവോ രുത്തനുമെന്നോവരീ. പ്രതിസന്ധിയിൽ കുടുങ്ങിയിട്ടുള്ള ആളുകള് ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഉടനെ തന്നെ രോഗത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്ന്, മനക്ലേശത്തിൽ നിന്ന് ആശ്വാസം കിട്ടുമെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. മഹാന്മാരായ ബദരീങ്ങളോ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അവന്റെ അടിമക്ക് അല്ല പോരെ എന്ന് ചോദിക്കുമ്പോ ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എന്റെ കാര്യം പരമേൽപ്പിക്കാൻ അല്ലാഹു എത്ര നല്ല വക്കീൽ എന്ന വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച് ഷഹീദായ മഹാന്മാർ അവരുടെ യഥാർത്ഥ ചര്യ, യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ പാത സ്വീകരിക്കുന്ന മുജാഹിദുകൾ പുത്തൻവാദികളൊന്നും കാഫിറുകളൊന്നും ഇസ്ലാമെന്ന് പുറത്തു പോയവരൊന്നും മുസ്ലിയാക്കന്മാർ പറയാ. എന്നാൽ സമസ്ത മതമോ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ജാഹിലിയത്തിൽ അബൂജഹൽ വിശ്വസിച്ചതിനേക്കാൾ മോശമായ വിശ്വാസത്തിൽ. യഥാർത്ഥത്തിൽ ആരാണ് അഹ്ലു സുന്ന, ആരാണ് പിഴച്ച മതക്കാര്? നിങ്ങൾ ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരുപാട് വരികൾ ബദരീങ്ങളുടെ ബൈത്തിൽ പറയുന്നതോ യമം ബിഹി ഹല്ലറദ വമം ബിഹം മിന്നകിദാ കുല്ലാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദറ ശുഹദാ. വിഷമത്തിൽ അകപ്പെട്ടവനോട്, അങ്ങേയറ്റം പ്രയാസത്തിൽ അകപ്പെട്ടവനോട്
വിളിച്ചു തേടിക്കോ ബദർ ശുഹദാക്കളെ. ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മോട് പഠിപ്പിക്കുന്ന എന്താ? 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 107-ാമത്തെ ആയത്തിലൂടെ വഇന്നം സസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യുരിദ് ബിക ഖൈറിൻ ഫലാ റാദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. ഖുർആനാ പറയുന്നത്, മാലയല്ല, മൗലിദല്ല, പിഴച്ച വിശ്വാസങ്ങളല്ല. ഖുർആൻ പറയുകയാണ്, കേട്ടോ, താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസോ അല്ലാഹു തആല വരുത്തി വെക്കുകയാണെങ്കിൽ അവനല്ലാതെ അതിനെ നീക്കിക്കളയുന്നവനാരുമില്ല. താങ്കൾക്ക് വല്ല നന്മയും അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ തടഞ്ഞു വെക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുഗ്രഹം അവൻ നൽകുന്നു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും മഹാകാരുണ്യവാനുമാണ്. ഈ വിശ്വാസമല്ലേ ബദരീങ്ങൾ പഠിപ്പിച്ചത്? എന്നാ മാലയിലോ മൗലിദിലോ നേരെ മറിച്ച്. അപ്പോ സാധാരണക്കാരൻ്റെ ഒരു ചോദ്യം, വഹാബി മൗലവി അതൊക്കെ പണ്ട് മാലയിൽ ഏതൊക്കെ കൊന്നന്മാർ ബുദ്ധിയില്ലാത്തവർ എഴുതി വെച്ചതല്ലേ? അതൊന്നും ഇപ്പൊ ഞങ്ങളെ മൂല്യന്മാരും പറയണില്ല, ഞങ്ങളും വിശ്വസിക്കണില്ല. സാധാരണക്കാരൻ ചിലപ്പോൾ ഇങ്ങനെ വയൽ കേട്ടിട്ട് വിശ്വസിക്കുന്നുണ്ടാവില്ല, സദസ്സിൽ പോകുന്നുണ്ടാവില്ല, ശരിയാ. പക്ഷെ നിങ്ങളെ നയിക്കുന്ന, മനഃപൂർവ്വം നിങ്ങൾക്ക് ചതിക്കുഴി ഒരുക്കി തന്ന് നിങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന പുരോഹിതവർഗം ഇന്നും സമൂഹത്തിന് മുമ്പിൽ അത് പാടിപ്പറഞ്ഞ് അതിന്റെ പോരിശ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല. അലി ബാക്കബി എന്ന് പറയുന്ന ഒരു മുസ്ലിയാര് ആ കാര്യം വിശദീകരിച്ച് ആ ബൈത്തിലേക്ക്, ആ മാലയിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ആ ഉമ്മാന്റെ മദ്ഹ് എപ്പോഴും പറയും, എന്റെ ഉമ്മയും ബദരീങ്ങളോട് വലിയ ബന്ധമുള്ള ആളാ. പെരയിൽ ചിലപ്പോൾ യത്തീമായി കിടക്കുന്ന കാലത്ത്, അന്നൊക്കെ പട്ടിണിന്റെ കാലാണ്, ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത കാര്യങ്ങളും പെരയിലെ പട്ടിണിയൊക്കെ ഉസ്താദ് പറയലുണ്ട്. ആ സന്ദർഭത്തിൽ ഞാൻ കുട്ടിയാണല്ലോ, ഉമ്മ പറയും, വല്ലാതെ ഞെരുക്കം കെട്ട് വന്നാല് ഉമ്മ എന്നോട് പറയും, മോനെ ആ ബദറീത്തൊന്നാണ്ട് ചെല്ലൂടും, ഇതാണ് വലിയ ചികിത്സ. അല്ലെങ്കിൽ അവിടെ ഒന്ന് പോയോക്ക്, ഇവിടെ ഒന്ന് പോയോക്ക്, മറ്റേ ജോലി ഒന്ന് ചെയ്തു നോക്ക് എന്നല്ല പറയാ, നീ ആ ബദറൈത്ത് അങ്ങോട്ട് ചെല്ലൂട്. അപ്പൊ ഉമ്മാനെ പേടിച്ചിട്ട് ഞാൻ ബദറൈത്ത് ചെല്ലും. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ഉസ്താദിന്റെ നിത്യ പതിവായ ഒരു മഹത്തായ വിറുദ ഈ ബൈത്ത് ചെല്ലലും ഈ വരികൾ പാടലും തവസ്സുൽ ചെയ്യലൊക്കെ. അങ്ങനെ ചൊല്ലി കുറെ അങ്ങോട്ട് എത്തുമ്പോ കാണാം ആരെങ്കിലും ഞങ്ങളെ പെരീക്ക് കാണാം ഹദിയേറ്റ് വരുന്നു, ഭക്ഷണ സാധനോ അല്ലെങ്കിൽ വല്ല പൈസ എന്തെങ്കിലും വിഷയത്തിൽ ഇത് ഓതിത്തീരുന്നതിന്റെ മുമ്പിൽ വരും. പക്ഷേ ഇടങ്ങേറാണ്ട് ആയിട്ട് വലിയ കൊടുക്കാണെങ്കിൽ ഉമ്മ പറയുള്ളൂ, ബദറീത്തല്ലോട് മോനെ, അല്ലാതെ സമ്പാദിക്കണ വിഷയം അവിടെ ഇല്ല. ഉമ്മ അവിടെ പെരിയിൽ സ്വരൂപിച്ച് വെക്കണ വിഷയം അവിടെ ഇല്ല. ഒരു മാർഗവും ഇല്ല, ഇന്ന് ഭക്ഷണത്തിന് ഒരു മാർഗവും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉമ്മ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോഴാണ് ഞാനത് ചൊല്ലല്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാര് എന്തുമാത്രം വലിയ അപകടത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സ്വന്തം ചോരയോട് ഏറ്റുമുട്ടി ഇന്നും റബ്ബിന്റെ സന്നിധിയിൽ അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്ന ആ മഹാന്മാരായ ബദരീങ്ങള് യഥാർത്ഥത്തിൽ എത്ര ത്യാഗം സഹിച്ചുകൊണ്ട് അവിടുന്ന് യാത്ര പോയത്. പട്ടിണിയുടെ തീച്ചൂളയിൽ അമർന്നവരാവര്. എന്നിട്ട് ഈ മുസ്ലിയാർ പറയണെന്ത്, അങ്ങേറ്റത്തെ വിശപ്പം കെട്ടി വന്നാ ഉമ്മ പറയത്രേ, ഈ ആ പണിക്കൊന്ന് പോയി നോക്കുക, വയലൊന്ന് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ മദ്രസയിലും പഠിപ്പിച്ചു നോക്ക് എന്നല്ല പറയാ, ബദർബൈത്തല്ലിട്ടാണ് ചൊല്ലിക്കൂട്. അപ്പോഴോ എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറികൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമിക്കാക്കണം യാ റബ്ബനാ. ചൊല്ലി തീരുമ്പോഴേക്കും ഹദിയയായിട്ട് ആരെങ്കിലും വരും. സുബ്ഹാനല്ലാഹ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്കറിയുമോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിന്റെ കൂടെ നിഴൽ പോലെ ജീവിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് സഹോദരങ്ങളെ. അത് സ്വഹീഹായ ഹദീസിലുള്ളതാ. ആ കാര്യം ഞാൻ വിശദീകരിച്ചാൽ ഇവിടെ മുസ്ലിയാർ കൊണ്ടുവന്നത് പച്ച നുണയാണെന്ന് ആ ഒരൊറ്റ ചരിത്ര സംഭവം നമുക്ക് വ്യക്തമാക്കി തരും. കേട്ടോളിയേ. പ്രതിസന്ധി ഘട്ടത്തിൽ ബദർമാല ചൊല്ലിയ ഉടനെ ഭക്ഷണപാതകം മുന്നിലെത്തുന്നല്ലേ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബത്തിന് ഓതിക്കൊടുത്ത സന്ദർഭമുണ്ട്. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഇനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഖുർആൻ പറയാണ്, നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എങ്ങനെയാ കാണുന്നത്? നിങ്ങളുടെ കണ്ണുകൊണ്ട് നരകത്തെ ബോധ്യപ്പെടുത്തി തരും, കാണിച്ചു തരും.
എന്നിട്ട് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അന്നേ ദിവസം നിങ്ങളോട് ഈ നിഅമത്തിനെ കുറിച്ച്, നിങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹ് ചോദിക്കും. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തൊരു സന്ദർഭമുണ്ട്. എപ്പോഴറിയോ? ഹദീസിലേക്ക് വാ, ബദർമാലയിലല്ല, സ്വഹീഹായ ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പട്ടിണിയാണ്. പട്ടിണി കൊണ്ട് സഹോദരങ്ങളെ നല്ല ഒരു ഭക്ഷണമില്ല, ഈത്തപ്പഴമില്ല, ഉണങ്ങിയ കാരക്ക പോലുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളത് എന്താണെന്നറിയോ? തന്റെ അയൽവാസിയായ ജൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ പുറത്തിങ്ങനെ കാത്തു നിൽക്കും. എന്തിനാ? ജൂതൻ ഈത്തപ്പഴത്തോട്ടം വൃത്തിയാക്കുമ്പോ കേടുവന്ന ഈത്തപ്പഴം പുറത്തേക്ക് ഉപേക്ഷിക്കോ, അതിന്റെ നല്ല ഭാഗങ്ങൾ കടിച്ചു നിന്നുകൊണ്ടാണ് ബദരീങ്ങളുടെ നേതാവായ, ലോകത്തിന്റെ നേതാവായ, നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വിശപ്പടക്കിയിരുന്നത്. എന്നാൽ അതുപോലും കിട്ടാത്തൊരു സന്ദർഭത്തില് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ബദർ മൗലിദ് ചൊല്ലിക്കോന്ന് ആരും പറയാനില്ല, അങ്ങനെ ചൊല്ലേണ്ടതുമില്ല, ചൊല്ലിയിട്ട് കാര്യവുമില്ല. റസൂൽ പുറത്തിറങ്ങുകയാണ്. അപ്പോഴതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നു. റസൂല് ചോദിക്കുന്നു, എന്താ അബൂബക്കറേ ഈ അസമയത്ത്? റസൂലെ വീട്ടിൽ പട്ടിണിയാണ്, വിശപ്പാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഏതാ ഭക്ഷണം കിട്ടാതെ വീണ്ടും നടക്കുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പോന്ന അതേ കാര്യം തന്നെയാണ്, എന്നെയും വീട്ടിൽ നിന്ന് ഇറക്കിയത് പട്ടിണിയാണ്. ബദരീങ്ങളിൽ പെട്ടവരാപ്പത്. ബദർ മൗലിദ് ചൊല്ലിയ അപ്പ ഹദിയ വരെങ്കിൽ ഓൽക്കിന്ന് ചെല്ലിയാ പോരെ? പ്രിയപ്പെട്ടവരെ, മൂന്ന് പേരും കൂടെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. അങ്ങനെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ നിന്നുള്ള ഈത്തപ്പഴം അത് കഴുകിക്കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് വിശപ്പ് കൊണ്ട് വന്നവരാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നല്ല ഒരു ഭക്ഷണം പാകം ചെയ്തു. എന്നിട്ടത് അവരുടെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ അതിലേക്ക് നോക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഊറ്റി താഴേക്ക് വരികയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ മകൾ ഫാത്തിമക്ക് ഇതിൽ നിന്ന് നിങ്ങൾ അല്പം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണേ, അവളെ ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട്. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആ ഭക്ഷണത്തലികയിലേക്ക് ഈ രണ്ട് മഹാന്മാര് കൈ നീട്ടിയപ്പോ വിശന്നിട്ടാണ് കൈ നീട്ടുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി ഓതുകയാണ്, ലതറവുന്നൽ ജഹീം, തീർച്ചയായും നരകം നിങ്ങൾ കാണുന്നതാണ്. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നരകത്തെ നിങ്ങൾക്ക് ബോധ്യമാക്കി തരും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അന്നേ ദിവസം ഈ നിഅമത്തിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യും. ഇത്ര പ്രതിസന്ധികൾ ജീവിച്ച മഹാന്മാര് ഭക്ഷണത്തിന് കഷ്ടപ്പെട്ടപ്പോൾ ബദർ മൗലിദ് ചൊല്ലിയിട്ട്, കടം കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ അത് വീടാൻ ബദർമാല ചൊല്ലിയിട്ട്, ഉപദ്രവങ്ങൾ നീങ്ങാൻ ബദരീങ്ങളുടെ ലിസ്റ്റ് എഴുതി ഒട്ടിച്ചിട്ട് യാത്ര പോയ സന്ദർഭമുണ്ടോ? ഇത് തികച്ചും അന്ധവിശ്വാസമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സമസ്ത മതം അന്ധവിശ്വാസത്തിന് മാറാപ്പാണ്. ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റിയ ഒരു വിശ്വാസം അതിലില്ല. ഇല്ല, തീർത്തും ഞങ്ങൾക്ക് പറയാം, കെട്ടായമായി പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞില്ല ഈ സമുദായത്തില് ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം രൂപത്തിലുള്ള സംഗതികളാണ് നടക്കുന്നത്. മഹാന്മാരായ ബദരീങ്ങളെ മാത്രമല്ല വിളിച്ചു തേടുന്നത്. സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് ജീലാനി, ആ ഷെയ്ഖ് ജീലാനിയെ വിളിച്ചു തേടാൻ, ഈ അതുപോലെ തന്നെ മഹാന്മാരായ ഒരുപാട് മരണപ്പെട്ടു പോയ സാലിഹീങ്ങളെ വിളിച്ചു തേടാൻ പ്രത്യേകമായി തന്നെ ഇവര് എന്ത് ചെയ്തിരിക്കുകയാണ്? റിസാല വാരികയില് സഹോദരങ്ങളെ ഒരു ചാർട്ട് തന്നെ തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ്. എന്താ ചാർട്ട്? അഥവാ റിജാലുൽ ഗൈബ്, അദൃശ്യ പുരുഷന്മാർ. ഈ അദൃശ്യ പുരുഷന്മാര് സമ്മേളനമുണ്ട്. നമ്മൾ കാണാത്ത വാനലോകത്ത് അവർ സമ്മേളനമുണ്ടാകും. ആ സമ്മേളനത്തിൽ അവർ വലിയ വലിയ ആരിഫീങ്ങളും ആലിമീങ്ങളും തങ്ങന്മാരൊക്കെ ഒരുമിച്ച് കൂടും, മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങള്. ആ സന്ദർഭത്തില് മഹാനായ ഷെയ്ഖ് ജീലാനിയെ പോലെയുള്ള ഒരുപാട് കുത്തുബുൽ അഖ്താബുകൾ അവിടെ ഉണ്ട്. അവരെ നിങ്ങൾ വിളിച്ചു തേടിക്കോ. അതിന് എന്ത് വേണം? ഓരോ ഭാഗത്തുള്ള സമ്മേളനം എന്നാന്നുള്ള സാധാരണക്കാരൻ അറിയില്ലല്ലോ. അപ്പൊ ഈ അന്ധവിശ്വാസികൾ ചാർട്ട് ഉണ്ടാക്കി കൊടുത്തിക്കുക അപ്പൊ സാധാരണക്കാർക്ക് വായിക്കാൻ. എന്നിട്ട് വടക്ക് പടിഞ്ഞാറ് മൂല 20, 13, 5 തീയതികളിൽ, വടക്ക് കിഴക്ക് മൂല 28, 21, 6 തീയതികളിൽ, തെക്ക് കിഴക്ക് മൂല 24, 16, 9 തീയതികളിൽ, തെക്ക് പടിഞ്ഞാറ് മൂല 25, 17, 10, 2 തീയതികളിൽ. ഇങ്ങനെ ഓരോ തീയതികളിലും ഇന്ന സ്ഥലങ്ങളിൽ ഇവരൊക്കെ ഉണ്ട്. ഇവരെ നിങ്ങൾ വിളിച്ചു തേടിക്കോ. എന്നിട്ട് പറയാ സ്വലാത്തിന്റെ പദങ്ങൾ എന്താ? അസ്സലാമു അലൈക്കും യാ റിജാലുൽ ഗൈബ്, യാ അയ്യുഹൽ അർവാഹുൽ മുഖദ്ദസ്, യാ റുഖബാ, യാ നുജബാ, യാ ഔദാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു തേടുകയാണ്. യാ ഗൗസുൽ ആലം, യാ ഖുത്ബ് എന്ന് പറഞ്ഞിട്ട് ഈ മഹാന്മാരെ വിളിച്ചു തേടാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ 60-ാം സൂറത്ത് മുഅ്മിൻ 60-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞ എന്താ?
ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന ഇസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലേ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ എന്നോട് ദുആ ചെയ്യുന്നതിൽ ആരെങ്കിലും അഹങ്കരിച്ചു കളഞ്ഞാൽ അവർ നിന്ദ്യരായി നരകത്തിൽ പോകുന്നതാണ്. എന്നാൽ ഇന്ന് ഈ സമുദായം യഥാർത്ഥത്തിൽ കെട്ടിപ്പൊക്കിയ ഖബറുകളുടെ മുമ്പിൽ പോയി അല്ലാഹു അല്ലാത്തവരോട് അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനസമൂഹത്തെ ഇവർ പാട്ടിലൂടെ ധരിപ്പിച്ച് അങ്ങനെ വീടുകളിൽ മുഴുവനും ആ ശരീരങ്ങൾ മുഴങ്ങി അതിലൂടെ മനസ്സ് മുഴുവനും എന്ത് വിഷമം വന്നാലും ഉടനെ ഖബറുകളിലേക്ക് മഖബറുകളിലേക്ക് സമുദായം പോകണമെന്നാണ്. അതിനു വേണ്ടിയിട്ട് ഭീമാ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഒരു CD-യിലെ ഭീമാ ഉമ്മച്ചയെ വിളിച്ചു തേടുന്ന വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. എത്രമാത്രം വലിയ അപകടമാണ് എന്ന കാര്യത്തിൽ മനസ്സിലാവും. കേട്ടോളൂ. കണ്ണീർ മഴയായി പെയ്യുമ്പോൾ സാന്ത്വനമേകി കണ്ണല് പകർന്ന് വാഴുന്നോരേ റളിയല്ലാഹ്. ഭീമാ ഉമ്മ പൊന്നുമ്മ എൻ കരച്ചിൽ കേൾക്കുമ്മ. ഭീമാ ഉമ്മ പൊന്നുമ്മ എൻ കരച്ചിൽ കേൾക്കുമ്മ. ഉമ്മ ഉമ്മ ഭീമാ ഉമ്മച്ച ഉരുകുമ്മനമായി വന്നു ഉമ്മച്ച. ദിനം രോഗം തീരാ ദുഃഖവുമായി ദർഗ മുന്നിൽ വന്നു ഉമ്മച്ച. ഇടനെഞ്ച് പിടയുന്ന കൽബുമായി വന്നുമ്മ. ഇടറുമ്പോൾ കൈ തന്നു താങ്ങാക് പൊന്നുമ്മ. ഇടനെഞ്ച് പിടയുന്ന കൽബുമായി വന്നുമ്മ. ഇടറുമ്പോൾ കൈ തന്നു താങ്ങാക് പൊന്നുമ്മ. കാവലായി മാറേണം ഭീമാ ഉമ്മച്ച. കാവലായി മാറേണം ഭീമാ ഉമ്മച്ച. ഉമ്മ ഉമ്മ ഭീമാ ഉമ്മച്ച ഉരുകുമ്മനമായി വന്നു ഉമ്മച്ച. ദിനം രോഗം തീരാ ദുഃഖവുമായി ദർഗ മുന്നിൽ വന്നു ഉമ്മച്ച. ഉമ്മായിൻ പോരിശ അറിഞ്ഞു ഞാൻ, ഉലയാത്ത കൽബുമായി വന്നു ഞാൻ. അഭയത്തിൽ കേഴുന്നു വേഴാമ്പലായി ആലംബമാകണം പൊന്നുമ്മച്ച. കൽബിൻ മുറാദുകൾ തീർമ്മച്ച. കരളിലെ നോവുകൾ തീർക്കണം ഉമ്മച്ച. കാവലായി മാറേണം ഭീമാ ഉമ്മച്ച. കാവലായി മാറേണം ഭീമാ ഉമ്മച്ച. ഉമ്മ ഉമ്മ ഭീമാ ഉമ്മച്ച ഉരുകുമ്മനമായി വന്നു ഉമ്മച്ച. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ആസ്വാദന രൂപത്തിൽ നമുക്കൊരിക്കലും തന്നെ കേൾക്കാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ ഈ സമുദായത്തെ ഈ മുസ്ലിയാക്കന്മാരെ നയിക്കുന്നത് ശാശ്വതമായി നരകം കിട്ടുന്ന ശിർക്കിൻ പ്രവണതയിലേക്കാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ നെഞ്ചകം ഇടറണം. വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുർ റഅദിന്റെ 14-ാമത്തെ സൂക്തത്തിലൂടെ ലഹൂ ദഅവത്തുൽ ഹഖ് വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ഖുർആനാ പറയുന്നത് എൻ്റെ വകയല്ല. അല്ലാഹ് പറയാണ് യഥാർത്ഥമായ പ്രാർത്ഥന അത് അവനുള്ളത് മാത്രമാകുന്നു. ആര്? അല്ലാഹ്ക്കുള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ വല്ലദീന യദഊന മിൻ ദൂനിഹി, അവന് പുറമെ അവർ പ്രാർത്ഥിക്കുന്ന ആളുകള്, പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അവർക്ക് യാതൊരു ഉത്തരവും അവർ നൽകുകയില്ല. മാത്രമല്ല അവരുടെ പ്രാർത്ഥന എത്രത്തോളം വിഡ്ഢിത്തമാണ് ഖുർആൻ ഉദാഹരണ സഹിതം പറയുകയാണ്. അത് ഒരു കുളക്കരയിൽ നിന്നുകൊണ്ട് വെള്ളക്കരയിൽ നിന്നുകൊണ്ട് വെള്ളത്തിലേക്ക് കൈനീട്ടുന്നവനെ പോലെയാണ്.
ഒരു വെള്ളക്കരയിൽ നിന്നിട്ട് വെള്ളത്തിലേക്ക് കൈ നീട്ടിയാൽ വമാ ഹുവ ബിബാലിഹി, വെള്ളം അവന്റെ വായിലെത്തുകയില്ലല്ലോ എന്ന പോലെയാണ് വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ഈ കാഫിറുകളുടെ ദുആ വഴികേടിൽ തന്നെയാണ്. ഏത് കാഫിർ? അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ഖുർആൻ പച്ചയായി പറഞ്ഞതാണ്. ഇത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് പുറത്തു വരണ്ടേ, സത്യത്തിന്റെ ദീനിലേക്ക് കടന്നു വരണ്ടേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം ഇങ്ങനെയുള്ള ഖബറുകൾ കെട്ടിപ്പൊക്കി ഏതെല്ലാം രൂപത്തിലുള്ള കഥകളാണ് പറയുന്നത്. CM മടവൂരിന്റെ മഖബറയില് ആളുകൾ വന്നുകൊണ്ട് CM-നോട് തേടാൻ ഇതുപോലെ തന്നെ ഇവർ പാട്ടുകളിലൂടെ പ്രചരിപ്പിക്കുകയല്ലേ. CM-ന്റെ മാലയിൽ എന്താ പറയുന്നത്? ആലത്തിൽ ഒളി മിന്നും കതിര് കത്തി തെളിഞ്ഞുള്ള സുൽത്താനിൽ ആരിഫായ നൂറേ ശൈഖേ, ആസികൾ കാരം നീട്ടി കാരുണക്കായിരയ്ക്കുന്നു സയ്യിദി CM കുത്തുബോരേ. രണ്ട് കരങ്ങളും നീട്ടിക്കൊണ്ട് CM മടവൂരേ, എന്റെ വിഷമങ്ങൾ ഇതാ അങ്ങയോട് പറയുന്നു. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി തേടിയത് ആരോടാ? അള്ളയോട്. സഹോദരങ്ങളെ, തീക്കുണ്ടാരത്തിൽ വെച്ച് ഇബ്രാഹിം നബി തേടിയത് ആരോടാ? അള്ളയോട്. അതുപോലെ തന്നെ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് തേടിയത് ആരോടാ? അള്ളയോട്. അങ്ങനെ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നത് അള്ളാഹിനോട് തേടാനാണെങ്കിൽ ഇവര് പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളോട് തേടാനാണ്. അപ്പൊ പറയും ഔലിയാക്കന്മാരെ കുറ്റം പറയുക കണ്ടോ? ഇല്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് അവർ ഭയമില്ലാത്തവരാണ്, അവർ വിഷമിക്കേണ്ടതില്ലാത്തവരാണ്. എന്താ കാരണം? അവർ ഇസ്ലാമിന്റെ ശരീഅത്ത് പാലിച്ച് മുത്തഖികളായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഔലിയാക്കന്മാര് ഇസ്ലാമിക ശരീഅത്ത് പാലിക്കുന്നവരാണോ? അല്ല എന്ന് വളരെ കൃത്യമായി ഇവരുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. CM മടവൂരിനെ സംബന്ധിച്ച് സഹോദരങ്ങളെ, ഇവർ തന്നെ എഴുതുന്ന ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തില് CM മടവൂര് നമസ്കരിക്കാറില്ല, അതുപോലെ തന്നെ മൂത്രിച്ചാൽ ശുദ്ധീകരിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു ഭാഗം കേട്ടോളൂ. ഉരുളിക്കുന്ന് മുദരിസായിരുന്ന ഉണ്ണിമോയിനാജി പറഞ്ഞതായി ഷെയ്ഖുനായുടെ ശിഷ്യനും സ്വന്തക്കാരനുമായ അബ്ബാസ് മുസ്ലിയാർ പറയുന്നു. ആദരവോടും ബഹുമാനത്തോടും കൂടി ഒരിക്കൽ ഉണ്ണിമോയിനാജി ഷെയ്ഖുനായെ സമീപിച്ചു. അവിടുന്ന് നിസ്കരിക്കാറില്ലെന്നും ജനങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖുന തന്റെ കൈപ്പത്തി നിവർത്തി കാണിച്ചു. ടെലിവിഷനിൽ എന്ന പോലെ ആ കൈപ്പത്തിയിൽ ചില ചിത്രങ്ങൾ ദൃശ്യമായി. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. പരിശുദ്ധ കഅബാലയത്തിനു ചുറ്റും പിന്നെന്താണ്? പരിശുദ്ധ കഅബാലയത്തിനു ചുറ്റും ചില പ്രത്യേക വ്യക്തികൾ നിസ്കരിക്കുന്നു. ഇമാമത്ത് നിൽക്കുന്നത് അതേ ഷെയ്ഖുന തന്നെ. അപ്പോഴേക്കും അവിടുന്ന് കൈ വലിച്ചു വളഞ്ഞു. എത്രേ കണ്ടോ? അപ്പൊ ഷെയ്ഖങ്ങൾ നിസ്കരിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, എന്നാ എന്റെ കൂടെ വാങ്ങിയപ്പോ ജമാഅത്തിന് പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകല്ല. അല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ഒതു കൊടുത്തിട്ടുണ്ട്, സുന്നത്ത് നിസ്കരിക്കാൻ പോവാണെ പോരെന്ന് പറയല്ല, ക്ലിപ്പിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അന്നേ ക്ലിപ്പിട്ട് കാണിച്ചു കൊടുക്കുക. CM മടവൂർ ഇതാ കണ്ടോ? അപ്പൊ നോക്കുമ്പോ എവിടെ? അവിടെ വെച്ച് നിസ്കരിക്കുന്ന രംഗമല്ല, കഅബാലയത്ത് ഹറമില്. പുത്തൻവാദികളാണ്, വഹാബികളാണെന്നൊക്കെ പറയുന്നേ ആ ഹറമില് പോയിട്ട് ആ പുത്തൻവാദികൾക്ക് ഇമാമ് നിൽക്കുക. എന്നിട്ട് ഇത് വിശ്വസിച്ചു എന്നാ സഹോദരങ്ങളെ. അതേപോലെ തന്നെ ഇതില് ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ അദ്ദേഹം നോമ്പനുഷ്ഠിക്കാറില്ല എന്നും നോമ്പനുഷ്ഠിച്ചവരെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കാറുണ്ട് എന്നുമൊക്കെ ഒരുപാട് വരികളുണ്ട്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാറിന്റെ സമസ്തയുടെ കാരണവർ തന്നെ CM മടവൂരിന്റെ കറാമത്തുകൾ വിശദീകരിക്കുന്നതിനിടയിൽ ആ കാര്യം അറിയാതെ പുറത്തു വന്നിട്ടുണ്ട്. ആ ചെറിയൊരു ഭാഗം 2 തവണ നമ്മൾ ആവർത്തിച്ച് കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടോളൂ. CM എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ്. അങ്ങനെ ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയ മഹാന്മാരാണെങ്കിൽ കുതിരത്ത് കൊണ്ടുപോയി ചികിത്സിക്കണം. അല്ലെങ്കിൽ പൈശാചിക ബാധയാണെങ്കിൽ ഇസ്ലാമിലെ റുഖിയ ഉപയോഗിച്ചിട്ട് ഇറക്കി കൊടുക്കണം. അതല്ലാതെ ഔലിയെന്നും പറഞ്ഞു കൊണ്ടുവന്നാല് ആളുകൾ വഴിതെറ്റിപ്പോകും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗ്രന്ഥത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥാന. സ്വർണ്ണമോതിരം ഉപയോഗിച്ചിരുന്നു, താടി വലിച്ചിരുന്നു, തുരുതുര സിഗരറ്റ് വലിച്ചിരുന്നു. ഇതൊക്കെ ഔലിയാക്കന്മാരെ
പിന്നെ ക്വാളിറ്റിയാ ആണോ? അപ്പൊ യഥാർത്ഥ വലിയനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അവർക്ക് കറാമത്തുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഔലിയാക്കന്മാരെ ഞങ്ങൾ പറയും അത് കള്ളന്മാരാണ്. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഇപ്പൊ പ്രയാസം ഉണ്ടാവില്ല. കാരണം എന്താ, ആദ്യകാലത്ത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ചീഞ്ഞ കോഴിമുട്ടുകൊണ്ട് ഏറി കിട്ടി, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള വ്യാജസിദ്ധന്മാരും തട്ടിപ്പ് കേന്ദ്രങ്ങൾ വളർന്നപ്പോൾ, ഇവരുടെ ബിസിനസ് ഇടിയാൻ തുടങ്ങിയപ്പോ ഇവർ തന്നെ അത്തരത്തിലുള്ള വ്യാജസിദ്ധന്മാരെ എതിർത്തു നോക്കുമ്പോൾ ഇവർ ആരാധിക്കുന്ന വിളിച്ചു തരുന്ന വലിയ വലിയ ശൈഖുനമാരെ അതുവഴി ഇകഴ്ത്തലായി. ബൂമറാങ്ങ പോലെ തിരിച്ചു വരിക. റഹ്മത്തുള്ളാഹി ഖാസിം മൂത്തേടം നിസ്കരിക്കാത്തവനെ വലിയാണോന്നോ അവനെ ഔലിയാണോ അല്ല അവൻ കള്ളനാണോ അദ്ദേഹം വ്യക്തമായി പറയട്ടെ, കേട്ടോളൂ. ആരാധനകളിൽ വളരെ കാണിഷ്യമുള്ള ആളുകളായിരിക്കണം. ചില ചികിത്സാരികൾ നിസ്കരിക്കൂല, ഔലിയാപ്പാപ്പ എന്നാ പറയാ അല്ലേ, അടിച്ചിട്ട് ഓടിക്കണ്ട ഇവരെ മുഴുവൻ. നിങ്ങൾ മന്ത്രിയെ ഇരുത്തിയിട്ട് ഞാൻ അടിക്കണം എന്ന് പറയാല്ല കേട്ടോ, നിയമം ഞാൻ കയ്യിലെടുക്കല്ല. പക്ഷെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും. എന്തായി കാണിക്കുന്ന തമ്മാടിത്തരം, ഇതെന്റെ തിന്മയാണ്. നിസ്കരിക്കാത്ത ആളോ ഔലിയപ്പാപ്പ, നിസ്കരിക്കാത്ത ഔലിയ ഏത് ഔലിയാണത്? എന്റെ ഔലിയപ്പാപ്പയാണത്. ഇങ്ങനെയായ എന്താ അടിസ്ഥാനം ഈ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല. അപ്പൊ അന്വേഷിച്ചു. അപ്പൊ യുനാജി റബ്ബഹു, അള്ളാഹിനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ്, അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട, മഹാനാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹിനോട് നിസ്കരിക്കാതെ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാഹിന്റെ ലോകത്തേക്ക് പോകണം. ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ്. നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞാൻ എടുക്കും. ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഔലിയന്മാർ ഇവിടെ ദർശനുണ്ട്. ചില ഔലിയന്മാരുടെയൊക്കെ കറാമത്ത നിസ്കരിക്കൂല, ശരീഅത്തില്ല. ശരീഅത്തില്ലാത്തവനെ സ്വീകരിക്കുന്നത് എങ്ങനെ? നിസ്കരിക്കാത്ത ആൾക്കാർക്ക് സമുദായം വഴിപ്പെട്ടു പോവുക. ഇത് വളരെ ശക്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാകുന്നു. അപ്പൊ വളരെ ശക്തമായി ചിന്തിക്കേണ്ട കാര്യമാണെന്ത്? ഇത്തരത്തിലുള്ള വ്യാജസിദ്ധന്മാരെ, വ്യാജ കറാമത്തുകളെ അംഗീകരിക്കേണ്ടതില്ല. പക്ഷേ സഹോദരങ്ങളെ, ഇത് അംഗീകരിപ്പിക്കാനാണല്ലോ ഈ മുസ്ലിയാക്കന്മാർ രംഗത്ത് വരുന്നത്. ഒരു തലക്കൈ ഇതിനെ എതിർക്കുമ്പോ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനും അവിടുത്തെ നേർച്ചകളിലും ഉറൂസുകളിലും പങ്കെടുക്കാനും അതുവഴി പല കേന്ദ്രങ്ങളിലും വരുമാനമുണ്ടാക്കാനും വേണ്ടി മുസ്ലിയാക്കന്മാര് പ്രമാണവിരുദ്ധമായ കള്ളക്കഥകൾ കെട്ടിവെക്കുകയാണ്. ഞങ്ങളുടെ നാടിനടുത്തുള്ള ഒരു അഹ്സനിയുണ്ട്, പകര ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ കേരളത്തിൽ അറിയപ്പെടുക. പലയിടത്തും അദ്ദേഹം പ്രസംഗിക്കും. അദ്ദേഹത്തിന്റെ മുഖ്യ വിഷയം സ്വപ്നാണ്. സ്വപ്നവുമായി ബന്ധപ്പെടാത്ത അശരീരികളും കട്ടുകഥകളും ഒക്കെ ആയി ബന്ധപ്പെടുന്ന വിഷയം അദ്ദേഹത്തിനുള്ളൂ. ആ മനുഷ്യന്റെ ഒരു സംസാരം നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. അദ്ദേഹം പറയുന്ന എന്താ, നിങ്ങള് CM മടവൂര് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരുപാട് നേതാക്കന്മാർക്കും ഒരുപാട് വ്യക്തികൾക്കും പിന്നെ സന്ദേശം കൈമാറിയിരുന്നു. ഞാൻ മരിക്കാറായിട്ടുണ്ട്, എല്ലാവരും എല്ലാ ജോലി ഉപേക്ഷിച്ച് പെട്ടെന്ന് എൻ്റെ മുമ്പിൽ എത്തണം. അങ്ങനെ സിഗ്നൽ കൈമാറി എല്ലാവർക്കും ഒരു അശരീരി കിട്ടിയെന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കുമെന്ന് കേട്ടോളൂ ആ കള്ളക്കഥ. ബഹുമാനപ്പെട്ട മടവൂരിന്റെ ജനാസ EP ഉസ്താദ് അടങ്ങുന്നവരാണ് കൊണ്ടുപോകുന്നത്. വഫാത്താകുമ്പോൾ അവിടുത്തെ മുരീദന്മാരൊക്കെ ആ നാട്ടിലുണ്ട്. ഞാൻ മടവൂരിന്റെ ചെറിയൊരു മുഹിബ്ബാണ് ഈ ഉള്ളവൻ. പലപ്പോഴായി ജീവിതകാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. വഫാത്താകുമ്പോൾ ഞാനുമുണ്ട് ഷെയ്ഖിന്റെ പള്ളിയിൽ ആ വെള്ളിയാഴ്ചയിൽ. പലരുടെയും ചെവിയിൽ വിളിച്ചിട്ട് പറഞ്ഞത്, എന്നോടൊരു സുഹൃത്ത് ഞാൻ മടവൂരിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വഫാത്താകുന്നത് ഏകദേശം 4:30 മണിക്ക് സുബഹിക്കാൻ. ആ ടൈമിൽ മഹാനായ മടവൂരിന്റെ ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണ്. കേട്ടവർക്ക് അതിനോട് തുല്യമായ ശബ്ദം പറയാൻ കഴിയില്ല. മടവൂര് ചെവിയിൽ സംസാരിക്കുന്നു, പെട്ടെന്ന് ശുദ്ധി ചെയ്ത് പെട്ടെന്ന് വരിക. മടവൂരില്ല, ചെവിയിൽ സംസാരിക്കുകയാണ്. ഇത് ഒരാൾക്കല്ല അനുഭവം. എന്നോടിത് പറഞ്ഞവർ 3 ചെറുപ്പക്കാർ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ അന്ന് അനുഭവിച്ചു. ഞാൻ എന്റെ ഭാര്യയും കൂടെ കുളിക്കാൻ വേണ്ടി കിണറിന്റെ അരികിലേക്ക് പോകുമ്പോൾ എന്റെ ചെവിയിൽ മടവൂര് വിളിച്ചു പറയുന്നു, കുളിച്ച് ശുദ്ധിയായി പെട്ടെന്ന് വരിക, പെട്ടെന്ന് വരിക. ഇന്നിങ്ങനെ പലരുടെ ചെവിയിലും സംസാരിച്ചു. ആ ടൈമിൽ മടവൂര് വഫാത്താവുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന്റെ വളരെ മുമ്പ് തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കും അതുപോലെയുള്ള നേതാക്കന്മാർക്കും അദ്ദേഹം മെസ്സേജ് കൈമാറി. എങ്ങനെ? ചില മക്കളെയൊക്കെ വാപ്പാർ അവസാനം ഒന്ന് കാണണം സക്രാത്തിന്റെ ഹാലില് എന്ന് പറഞ്ഞ് ആവശ്യപ്പെടാറുണ്ട്, ഫോൺ ചെയ്തിട്ട് വിളിച്ചു വരുത്താറുണ്ട്. ഇതങ്ങനെയല്ല, അശരീരി ഓരോരുത്തരെ കാതിലിങ്ങനെ മുഴങ്ങാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം.
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുകയും ഒരു നിഴൽ പോലെ ജീവിച്ച് ഈ ദുനിയാവിൽ ഞാൻ ഖലീലിനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് എൻ്റെ സുഹൃത്ത് അബൂബക്കറിനെയാണ് ഞാൻ സ്വീകരിക്കുക. എന്നോടൊപ്പം അത്രത്തോളം ജീവിതം പങ്കിട്ട ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ റസൂലുമായുള്ള സ്നേഹം എൻ്റെ എത്രയും സഹോദരങ്ങളെ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എപ്പോഴും അവിടെ വരികയും സങ്കടപ്പെടുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യുകയാണ്. പക്ഷേ മരിക്കുന്നതിന്റെ തലേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ഏറെക്കുറെ ശാന്തമാവുകയും പല സ്വഹാബികളും വിചാരിച്ചു രോഗം സുഖമാവുകയാണ് എന്ന് വിചാരിച്ചു തിരിച്ചുപോയി. പിന്നീടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നേർക്ക് നേരെ മുന്നിൽ കാണാൻ ആഗ്രഹിച്ചിട്ട് പോലും ആ മഹാനവർക്ക് സാധിച്ചില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തേ ഒരു അശരീരി പുറപ്പെടുവിച്ചിട്ടില്ലായിരുന്നോ? അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാതിലൊരു മുഴക്കം, വേഗം വാ അബൂബക്കറെ, ഞാൻ മരിക്കാനായിട്ടുണ്ട്. എവിടെയെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? അപ്പൊ മുത്തിന് കഴിയാത്തത് മുത്താനിക്ക് കഴിയുമോ? നിങ്ങൾ ചിന്തിക്കുക, മുസ്ലിയാക്കന്മാര് എന്തുമാത്രം വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോണത്. ഈ മനുഷ്യന് ഇങ്ങനെ എ പി ഉസ്താദിനെ പൊക്കിയിട്ട് അതുവഴി ഒരുപാട് ഗുണം മൂപ്പർക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്താ, കാന്തപുര ഉസ്താദിനെ ആരൊക്കെ പൊക്കുന്നുവോ മേലെങ്ങനെ പ്രശംസിക്കുന്നു അവർക്കൊക്കെ നല്ല ഗ്രേഡും കൊടുക്കും, പൈസയും കൊടുക്കും. അതുകൊണ്ട് അതിനു വേണ്ടി ഇപ്പൊ സക്കാഫികൾ ഹസനികൾ തമ്മിൽ മത്സരിച്ച് ഹസനി സക്കാഫികളെ കവച്ചു വെച്ചു. എന്നിട്ട് ഇപ്പൊ പറയുന്ന വാക്കെന്താ അറിയങ്ങള്? നമ്മൾ ചില സംഗതികളിലൊക്കെ പറയാറുണ്ടല്ലോ, അള്ളാഹു ഉദ്ദേശിക്കാഞ്ഞാൽ എനിക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റൂല, അള്ളാഹു ഉദ്ദേശിക്കാതെ എനിക്കത് കിട്ടൂല. എന്നാൽ ഹസനി പറയുന്നത് അങ്ങനെയല്ല, ഉസ്താദ് ഉദ്ദേശിക്കാതെ അള്ളാഹു താല ഒന്നും ചെയ്യൂല. ഒക്കെ തല തിരിഞ്ഞുപോയി. എവിടേക്കാണ് ഈ മുസ്ലിം സമുദായത്തിൽ നയിക്കുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ആരോപണമെന്ന് പറയും. യഥാർത്ഥ സമസ്ത എന്ന് കോടതി വിധിച്ച ഈ കെ വിഭാഗത്തിലെ പ്രഗത്ഭ പ്രാസംഗികനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇവരുടെ തട്ടകത്തിൽ പോയി ഇവർക്ക് കൊടുത്ത മറുപടിയാണ്. ഒന്ന് കേട്ടോളൂ. അതിനേക്കാളും അപകടകരപ്പോ ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചു തന്ന ഒരു സീഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മളറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാല് അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോണ്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു ശൂന്യ വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. ഈ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ കാര്യബോധമുള്ള മുസ്ലിങ്ങളുടെ മുമ്പിലാണത് പറയണത്. ഇത് വളരെ ഗൗരവല്ലേ ഇപ്പോഴാ തോന്നണത്. ഞങ്ങൾ എന്ന് പറയാൻ തുടങ്ങി സമസ്ത മതം തന്നെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം അതിലംഗമായി അതിൽ അന്ധമായി വിശ്വസിച്ച് മുന്നേറിയാൽ യഥാർത്ഥത്തിൽ ഇഹലോകവും നഷ്ടം പരലോകവും നഷ്ടം എന്ന് പറയേണ്ടത് കാര്യം പോയിരിക്കുക. വിമർശിക്കല്ല, ഇത് സത്യസന്ധമായിട്ടാണ് വാമൊഴിയായും വരമൊഴിയായും ഇവർ എഴുതിവിടുന്നതും ചവച്ചു തുപ്പുന്നതുമായ അന്ധവിശ്വാസത്തിന്റെ മാറാപ്പുകളുടെ ഗൗരവം നിങ്ങൾ കണ്ടില്ലേ? എവിടെ എത്തി? ഒരു മനുഷ്യനെ പുകഴ്ത്തി കൊണ്ടുവന്നിട്ട് അവസാനം അള്ളാഹു തആല എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം. ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഈ മുഖല്ലിദുകളെ, ഈ അന്ധവിശ്വാസികളെ, ഈ സഖാഫികള് ഉസ്താദിനെ പ്രശംസിച്ച് പുകഴ്ത്തി കൊണ്ടുപോയി എവിടെ എത്തിക്കുന്നറിയോ? എവിടെ എത്തിക്കും? ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കാം. സഖാഫികൾ ഇങ്ങനെ നിന്നിട്ട് ജനസമൂഹത്തെ മുഴുവൻ നിർത്തും. പല ആളുകളെ നിർത്തിയിട്ട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും പടച്ചോനെ കണ്ടിട്ടുണ്ടോ? അപ്പോ ഈ എ പി സുന്നിയിലെ ഖുറാഫികൾ പറയില്ല, കണ്ടിട്ടില്ല. എന്നാല് അള്ളാഹു താല 5 നിമിഷം കൊണ്ട് ഇവിടെ പ്രത്യക്ഷപ്പെടും. അപ്പൊ ഇവര് പറയും, ഉസ്താദെ അത് സ്വർഗത്തിലെത്തണ്ടേ? മൂസ നബിക്ക് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി മേറാജ് പോയിട്ടും കണ്ടിട്ടില്ല. അതൊന്നല്ല ഇപ്പൊ കാണാൻ കേൾക്കും. അപ്പൊ ഡോറ് തുറന്ന് കാന്തപുരം എങ്ങനെ വരും? ഇതാണ് നമ്മളെ പടച്ചോന്ന് ഇവര് പറയും. സംശയിക്കണ്ട, അവിടേക്കാണ് ഈ സമുദായം പോണത്. അല്ലേ? മറ്റൊരു റിപ്പോർട്ടിൽ ജൂത ക്രിസ്ത്യാനികളെ പഴച്ച മാർഗങ്ങളെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും എന്റെ ഉമ്മത്ത് പിൻപറ്റുന്ന ഇവരുടെ സംഘടനയുടെ രീതി നിങ്ങൾ നോക്ക്.
കാലി ആരോഹണ ചടങ്ങ് 1001 അംഗ സംഘം രൂപീകരിച്ചു. ക്രിസ്ത്യാനികളെ പോലെ അങ്ങനെയുള്ള ഒരു പോപ്പിനെ ഒരു നേതൃത്വത്തെ സ്വീകരിക്കാൻ 1001 അംഗം സംഘം രൂപീകരിക്കും. ഒരു മേഖലയിൽ ഒരു മഹലിൽ ഒരു മോലിയാരെ കാലിയറാക്കാൻ 1001 അംഗ സംഘം. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ പേരോട് മരിച്ചു, കാന്തപുരം മരിച്ചു എന്നൊന്നും കേൾക്കൂല. പേരോട് കാലം ചെയ്തു, കാന്തപുരം കാലം ചെയ്തു എന്നൊക്കെ കാലം പറയാം. കാരണം എന്താ? ക്രിസ്ത്യാനികളുടെ ചെങ്കോലും നക്ഷത്രവും കിരീടമൊക്കെ കൈമാറുന്ന പോലെ ആയിരിക്കും ഇനി കുറച്ചു കാലം കഴിഞ്ഞാ, അല്ലേ? കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. ഇതിന്റെ വലിയ മേജർ ബിഷപ്പ് പോപ്പ് ശ്രീമാൻ കാന്തപുരം. പിന്നെ ഓരോ ജില്ലയിലേക്കും ഓരോ റവറന്റുകൾ. മഞ്ചേരി ഭാഗത്ത് റവറന്റ് ബാപ്പു, കുറ്റ്യാടി ഭാഗത്ത് റവറന്റ് പേരോട്. ഇങ്ങനെ ആയിരിക്കും. ക്രിസ്ത്യാനിറ്റിയിലേക്കല്ലേ പോണത്? അസൽ ക്രിസ്ത്യൻ സംസ്കാരത്തിലേക്കല്ലേ പോണത്? സഹോദര, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് സൂറത്ത് ഫാത്തിഹയിലൂടെ 5 നേരത്തെ നിർബന്ധ നമസ്കാരത്തിലൂടെ 17 വട്ടം നിന്നെ കൊണ്ട് എന്തിനാ ചോദിപ്പിക്കണത്? ഈ മാർഗത്തിലേക്ക് എത്താതെ സിറാത്തുൽ മുസ്തഖീമിൽ എത്തണമെന്ന ആ മാർഗം ഇവിടെ പച്ചയായി ഖുർആനിന്റെ സുന്നത്തിന്റെ വെളിച്ചമുണ്ടായിട്ട് അത് പറയുന്ന മുജാഹിദുകളെ മുദ്രകുത്തി പിഴച്ചവരെന്ന് പറഞ്ഞിട്ട് അത് കേട്ട് നീ തിരിഞ്ഞോടിയാൽ നിന്റെ ജീവിതം കട്ടപ്പുക എന്നതല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. അത്രമാത്രം അന്ധവിശ്വാസത്തിലേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശിർക്കിലേക്കും അന്ധവിശ്വാസത്തിലേക്കും നയിക്കാൻ അതുവഴി പൈസ ഉണ്ടാക്കുമ്പോൾ ഒരു മാന്യത പോലുമില്ല. വേശ്യാലയം നടത്തുമ്പോഴും മദ്യഷാപ്പ് നടത്തുമ്പോഴും അതുപോലെ പലിശക്ക് പണമെടുക്കുമ്പോഴും സ്ത്രീധനം വാങ്ങുമ്പോഴും അവിടെയൊക്കെ ഇതുപോലെ ഹറാമായ സമ്പത്താണ്. എങ്കിലും അത്തരത്തിലുള്ളൊരു മാന്യത കാണിക്കാറുണ്ട്. എന്നാൽ ഈ ശവകുടീര വ്യവസായത്തിനിറങ്ങുന്ന മുസ്ലിയാക്കന്മാര് ഒരു മാന്യതയുമില്ല. മാന്യതയുടെ സംസ്കാരത്തിന്റെ സകല അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, ഇപ്പോ ചാനലുകളിലും പത്രങ്ങളിലും അതുപോലെ തന്നെ പിന്നെ ഒരുപാട് മാസികളും വാരികളിലുമൊക്കെ മുമ്പ് വിവാദമായത് ഇപ്പൊ രണ്ടാമോ കുത്തിപ്പൊന്തിയൊരു വിഷയം ഏതാ? ഓച്ചിറ ഉപ്പാപ്പ എന്ന കുപ്പസ്വാമി. ഓച്ചിറ ഉപ്പാപ്പ കൊല്ലം ജില്ലയിലെ ഓച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് ബ്രാഹ്മണനായ ഒരു തമിഴൻ അണ്ണാച്ചി, ദാമോദരൻ അണ്ണാച്ചി, പച്ചകുത്തി രുദ്രാക്ഷമാല കെട്ടിയ, താടി നീട്ടി, മുടി നീട്ടി, നഖം നീട്ടി, ഒരു വസ്ത്രം മാത്രം, നഗ്നത മറക്കാൻ, സ്ത്രീയില്ലാ ചിത്രം തുടങ്ങി, നഗ്നത മറക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാതെ ഒരു ചുവന്ന വസ്ത്രം വെച്ച് ലിംഗം പോലും പുറത്ത് കാണിച്ച് അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം, ആ മനുഷ്യൻ ഉപ്പാപ്പയായതെങ്ങനെ, ഓച്ചിറപ്പാപ്പയായതെങ്ങനെ ആളുകള് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്ത്രീ ആ ഓച്ചിറപ്പാപ്പയെ വീടിന്റെ തിണ്ണയിൽ പരിചരിച്ച് ആളുകളൊക്കെ വരാൻ തുടങ്ങി. ഉപ്പാപ്പാന്റെ മുടി ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ ഇങ്ങനെ മുടി ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് തോന്നി ഇത് കിട്ടുകയാണെങ്കിൽ വലിയ വരുമാനമാണ്. കാരണം ഇന്ന് 2 ബിസിനസ്സിനാണ് സമൂഹത്തിൽ നല്ല സ്കോപ്പുള്ളത്. ഒന്ന് വേശ്യാലയം നടത്തുക, മറ്റൊന്ന് ജാറം പൊക്കുക. 2 മുസൽമാന് പറ്റൂല, ഹറാമായ പ്രവർത്തന. മാന്യത ഒരുത്തന് ചെയ്യൂല. പക്ഷെ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വരുമാനമുള്ള ദീപസ്തംഭം, മഹേശ്വര്യം നമുക്കും കിട്ടണം, പണം. അതിനുവേണ്ടി ഒരു ഉളുപ്പില്ലാതെ ഈ ഓച്ചിറ ഉപ്പാപ്പ എന്ന് പറയുന്ന ദാമോദരനെ പരിചരിച്ചിരുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഗുണ്ടകളെ വിട്ട് ഈ ശരീരം അവിടെ നിന്ന് അടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ഈ കാണുന്ന ഓച്ചിറ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവിടെ ഖതീബായിരുന്ന കാന്തപുരം മർക്കസിലെ ശിഷ്യൻ, പിന്നെ ഉസ്താദിന്റെ ശിഷ്യനായിരുന്ന പിന്നെ സലീം ഹമദാനി എന്ന ആ മനുഷ്യൻ ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, ഇത് ശരിയല്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഓര് പറഞ്ഞു, അതൊന്നും ഇവിടെ പറ്റൂല, ബിസിനസ്സാണ് ഉദ്ദേശം. കൊണ്ടുവന്നു, മറവ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചു. പോലീസ് ഇടപെട്ടു. ഹിന്ദു സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങളാളുടെ ശരീരമാണ്, ഞങ്ങൾക്ക് ശേഷക്രിയക്ക് തരണം. മുസ്ലിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഓച്ചിറപ്പാപ്പയാണ്. കടിവലിയായി. സ്ഥലത്ത് IG അല്പം ബുദ്ധിമാനാ. വിളിച്ചിട്ട് ഇവരോട് പറഞ്ഞു, ഹിന്ദുക്കളോട്, നിങ്ങളൊരു മനുഷ്യന്റെ ആളെ, നിങ്ങളെ കൂട്ടത്തിലെ ഒരുത്തനെ മുസ്ലിങ്ങൾ കൊണ്ടുപോയി പൂജിക്കുകയാണെങ്കിൽ, ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു കടിച്ചല്ലേ? അവർക്ക് അല്പം ബുദ്ധിയുണ്ട്. കാരണം വരുമാനം ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുപോയിക്കോട്ടെ എന്നാണ്. തക്ബീറും ചൊല്ലി കൗമ കൊണ്ടുപോയി. എന്നിട്ട് ആ ഖബർസ്ഥാൻ പൊക്കിയിട്ട് അവിടെ ഓച്ചിറപ്പാപ്പ റളിയല്ലാഹു അൻഹു കൊടുത്ത്. ഓച്ചിറപ്പാപ്പ റളിയല്ലാഹു അൻഹു നോക്കി. ഓച്ചിറപ്പാപ്പ ഈ പള്ളിയാണത്. നിങ്ങൾക്ക് ഈ നോട്ടീസ് ആദ്യം കൃത്യമായി കാണാം. പ്രോഗ്രാം നോട്ടീസ് എന്താണ്? 1997 നവംബർ വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന വലിയല്ലാഹി ഓച്ചിറപ്പാപ്പ അനുസ്മരണ സമ്മേളനം, ജാറം ഉദ്ഘാടനമാണ്. ആരാ വരുന്നത് അറിയോ നിങ്ങള്? ആരാ വരുന്നത്? കേരളത്തിലെ പ്രഗത്ഭനായ രോമവ്യാപാരി, രോമപുരം ഉസ്താദ് ആരാ? അബൂബക്കർ മുസ്ലിയാര്. ആ ഷെയ്ഖുന അന്ന് പോയി ഉദ്ഘാടനം ചെയ്തു കൊടുത്ത് ആരെ? ദാമോദരൻ അണ്ണാച്ചി ഓച്ചിറപ്പാപ്പയെ. 2 മണിക്കൂറാണ് ഈ മനുഷ്യന്റെ കറാമത്ത് ഇയാൾ വിശദീകരിച്ചത്. തൊലിക്കട്ടികൾ നോക്കണം.
ഇതൊക്കെ പ്രവാചക നിന്നയല്ലേ? ഇസ്ലാമിനെ തേജോധം ചെയ്യല്ലേ? അല്ലേ? അപ്പോ ഇവരുടെ വായ കെട്ടാൻ, ഇവിടെ കൈകളെ തടയാൻ, ഇവിടെ തീവ്രവാദത്തിന്റെ വികാരമുനമ്പിൽ ജീവിക്കുന്നവർ ഖുർആനിനെ സുന്നത്തിനെ മസ്താനത്താക്കി സമൂഹത്തിൽ ഇസ്ലാമിന്റെ ശുദ്ധമായ മുഖം പ്രചരിപ്പിക്കേണ്ടതിന് പകരം തീവ്രവാദ ചിന്ത ഇളക്കി വിടുന്നവർ ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും കാണുന്നില്ല. അവർക്ക് സപ്പോർട്ട് നൽകിയും അവരെ പ്രശംസിച്ചും ഇങ്ങനെയുള്ള വേദികളെ തകർക്കാനുമാണ് ശ്രമിക്കുന്നത്. അള്ളാഹു അത്തരത്തിലുള്ള യുവാക്കൾക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. അപ്പോ ഇതുപോലെയാണ് ഇവിടെയുള്ള അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു ജാറത്തിന്റെ കഥ മാത്രമല്ല. നമ്മുടെ ഉള്ളാള് സയ്യിദ് മദനിയുടെ ജാറം, അവിടെ വ്യത്യസ്ത ജാറങ്ങളുണ്ട്. അവിടുത്തെ ഒരു ജാറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങള്? ഒരു ജാറത്തിന്റെ പ്രത്യേകത, അവിടെ കുട്ടികളില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ ആ ജാറത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു കൊടി വെച്ച് ഉഴിഞ്ഞു കൊടുക്കും. വലിയ വിരോധാഭാസം എന്താ അറിയങ്ങള്? ആ കൊടി വെച്ച് ഉഴിഞ്ഞു കൊടുത്താൽ ആ കുട്ടി അവന് ഭാര്യ ഗർഭിണിയാവുന്നു. എന്നാൽ ഈ കുടി ഒഴിഞ്ഞു കൊടുക്കുന്ന 18 വർഷമായിട്ട് ആ ജോലി ചെയ്യുന്ന മനുഷ്യനുണ്ട്, അയാളെ ഭാര്യ പ്രസവിച്ചിട്ടില്ല. ഇത് ഈ കൗമ ആലോചിക്കുമോ? ആ കൊടി ഒഴിഞ്ഞു കൊടുക്കുന്ന ആൾക്ക് അയാളെ ഭാര്യ പ്രസവിച്ചിട്ടില്ല. ഇതൊന്നും ചിന്തിക്കൂല ആളുകൾ. അന്ധവിശ്വാസം കേൾക്കുമ്പോൾ പോകല്ലേ സഹോദരങ്ങളെ? അവിടെ പറയുന്ന എന്താ നിങ്ങൾ? ഇതുപോലെ ഒരുപാട് കറാമത്തുകളാണ്. അപ്പോ ഇങ്ങനെയുള്ള ഈ ഔലിയാക്കന്മാരുടെ പേരിൽ ഒരുപാട് കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് ഈ തെക്കൻ ജില്ലയിൽ തന്നെ പിന്നെ പൊന്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ജാറമുണ്ട്. അതേതാണ്? അത് അറബ് സയ്യിദ് ഫദൽ മർസൂഖി തങ്ങൾ എന്ന് പറയുന്ന ഒരു ജാറമാണ്. പുറക്കാട്, കൊല്ലം ജില്ലയിലെ പുറക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് അറബ് സയ്യിദ് ഫദൽ മർസൂഖി എന്ന് പറയുന്ന ഒരു ജാറുണ്ട്. കടലിന് വന്നതാ. ഒരുവിധം ജാറങ്ങളുടെയൊക്കെ അവസ്ഥ ആയിരിക്കും, കടലിന് വരും, എന്നിട്ട് ഏതെങ്കിലും ഒരു അറബിന്റെ പേരും കൊടുക്കും. അറബ് സയ്യിദ് ഫദൽ മർസൂഖി തങ്ങൾ, കടലിന് കിട്ടിയോണ്ട്. അങ്ങനെയാണല്ലോ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയില് മുനമ്പത്ത് ബീവിയിലെ ഊരുമ്പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാടീനല്ല, വെളിയങ്കോട്ടും മരുകാലി കുഞ്ഞുമരക്കാരി ഷഹീദ്, ബഹുമാനരൊക്കെ പറ്റ നാട്. ഊരും അറിയില്ല, പേരും അറിയില്ല, പിന്നെ എങ്ങനെ ബീവിയായി, എങ്ങനെ ഫാത്തിമ ദൂറായി? അത് വെളിയങ്കോട് ഉമ്മർകാലിയൊക്കെ ജീവിച്ച നാട്ടില് വന്നടിഞ്ഞ ശരീരമായതുകൊണ്ട് അതിന് പേര് അങ്ങനെ കൊടുത്തു എന്നാ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുന്റെ റസൂൽ നടന്ന നാട്ടിലല്ല അബൂജഹലും ഉത്തുബത്തൊക്കെ നടന്നത്. ഓലെ ഉഷാറായിട്ട് വലിയ ഔലിയാക്കന്മാരായി ഓലെ സബ്ബുകൾ നടത്തിക്കോളി. കാരണം ഔലിയാക്കന്മാർക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നീന്താനും ഒരേ സമയം പലയിടത്തും പ്രത്യക്ഷപ്പെടാനും കഴിവുണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എവിടെ ഞങ്ങൾ പറഞ്ഞത്? കേട്ടോളൂ, കാന്തപുരം മുസ്ലിയാർ പറയുന്നത്. ബുദല എന്ന് പറയുന്ന ഔലിയാക്കൾ അവരെ ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് കാണാൻ കഴിയും. ഇതങ്ങോട്ട് കേട്ടാലിപ്പോ നമ്മുടെ പുത്തൻ പ്രസ്ഥാനക്കാര് ചിരിക്കുകയും കളിയാക്കുകയും അതുവഴി അവർ മുർത്തത്തായി പോവാൻ കാരണമാവുകയും ചെയ്യും. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബുദല എന്ന് പറയുന്ന ആ ഡിഗ്രിക്കാർ ഒരേ സമയത്ത് അവരുടെ സാന്നിധ്യം ഒന്നിലധികം സ്ഥലത്ത് ഉണ്ടാകും. ഒരേ സമയത്ത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ സാന്നിധ്യം ഉണ്ടാവും, പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയും. അങ്ങനെ റൈറ്റാണ് ബുദലാ. അള്ളാഹിന്റെ റസൂലിനെക്കാളും വലിയ ബുദലാ ഉണ്ടോ? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ അവിടെ 2 ആളുകളെ വെക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ. ഒരേ സമയത്ത് അവിടെയും ഇവിടെ ഇങ്ങനെ പോയി പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നില്ലാവൂ ചെയ്താൽ പോരെ? അതൊക്കെ സഹോദരങ്ങളെ ഇവരുടെ വിഡിത്ത അന്ധവിശ്വാസമാണിത് അല്ലേ? നിസ്കരിക്കാതെ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ചിങ്ങനെ റോട്ടിൽ മരന്ന് കിടക്കും. എന്താ നിസ്കരിക്കാൻ പോകാത്ത ഔലിയ? മൂപ്പർക്ക് 40 തടിയാണ്. ഒരു തടി ഹറമിലാണ്, മറ്റേ തടി അവിടെ തഹജ്ജുസ്കരിക്കുകയാണ്, ഇപ്പുറത്ത് വേറെ ഇബാദത്താണ്, അപ്പുറത്ത് നോമ്പ് വലിക്കുകയാണെന്നൊക്കെയാണ് പറയും. എന്നാ തിന്നണമെങ്കിൽ യഥാർത്ഥ തടി തന്നെ വേണം, മൂക്കറ്റം നക്കണമെങ്കിൽ യഥാർത്ഥ തടി തന്നെ വേണം, അതിന് വേറെ തടിയൊന്നും പറ്റൂല. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇവരെ തോന്നിയാസം അത് മുഴുവനും നടക്കാൻ വേണ്ടിയിട്ടുള്ള മറയായിട്ടായി ഖുറാഫാത്ത്. ഇതിനൊക്കെ എത്ര വലിയ വിവരമുള്ള പണ്ഡിതന്മാര് ഫത്വ കൊടുക്കാന്ന് പറഞ്ഞാൽ എവിടെ എത്തി സമുദായത്തിന്റെ അവസ്ഥ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ സമയദൈർഘ്യം കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇങ്ങനെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഉറൂസ് മഹാമഹങ്ങൾ നടക്കുന്നത് അല്ലേ? ഈ സമുദായത്തില് നമ്മുടെ സമുദായത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ അനാചാരങ്ങള്, ഇസ്ലാമിന്റെ വ്യതിരക്തത എന്താണ്,
ലാ ഇലാഹ ഇല്ല അധിഷ്ഠിതമായ മതമാണ് ഇസ്ലാം. ഇബാദത്ത് മുഴുവൻ അല്ലാഹ്ക്ക് മാത്രം സമർപ്പിച്ച് ആ ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ച് പ്രവാചകന്റെ ജീവിതചര്യകൾ കൃത്യമായ ജീവിതത്തിൽ പകർത്തി മുന്നേറണം. അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട അന്തസ്സുള്ള മുസ്ലിങ്ങളെ വികലമായ വിശ്വാസത്തിൽ കെട്ടി എന്നിട്ട് എന്തെല്ലാം സമുദായത്തിൽ നടക്കുന്ന സഹോദരങ്ങളെ, കാഞ്ഞിരമറ്റത്ത് നടക്കുന്ന ഒരു ഉറൂസിന്റെ രംഗം നിങ്ങൾക്ക് ഒന്ന് കാണാൻ സാധിക്കും. കാഞ്ഞിരമറ്റം ഷെയ്ഖ് ഫരീദുദ്ദീൻ ഈരാഡ്ബിലെ അദ്ദേഹത്തിന്റെ കാഞ്ഞിരമറ്റം ഷെയ്ഖ് ഫരീദുദ്ദീൻ മഖ്ബറയിൽ നടക്കുന്ന ഉറൂസിന്റെ രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. ആ രംഗം നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഞാനിവിടെ ആ റിപ്പോർട്ട് വായിക്കുന്നുണ്ട്. ആ വായിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് വ്യക്തമായി കൊണ്ട് കാണാൻ സാധിക്കും. എന്താണ് അതിലൂടെ പറയുന്നത്? ആയിരങ്ങളുടെ ഖണ്ഡങ്ങളിൽ നിന്നുയർന്ന തക്ബീർ ധ്വനികളുടെ അകമ്പടിയോടുകൂടി ഷെയ്ഖ് കാഞ്ഞിരമറ്റം ഷെയ്ഖ് ഫരീദുദ്ദീന്റെ മഖ്ബറയിൽ ഞായറാഴ്ച ഉറൂസ് കൊടികൾ ഉയർന്നു. പ്രസിദ്ധമായ കൊടികുത്ത് ദർശിക്കുവാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ പള്ളി അങ്കണത്തിൽ തിങ്ങി നിറഞ്ഞു. ആചാരപ്രകാരം കല്ലൂപ്പറമ്പിൽ നിന്നും ചൂണ്ടക്കാട്ടിൽ നിന്നും ആനപ്പുറത്തേറ്റി മറ്റു 3 ആനകളുടെ അകമ്പടിയോടുകൂടി ചെണ്ടമുട്ട്, ദഫ്മുട്ട്, അറവനമുട്ട് അങ്ങനെയുള്ള ആഘോഷ പരിപാടികൾ കൊണ്ടുവന്ന് ഒരു കൊടി ഉച്ചക്കും മറ്റൊരു കൊടി ഉച്ചയ്ക്ക് ശേഷവുമായി ആ അരമന മരത്തിൽ ഉയർത്തിയപ്പോൾ തക്ബീർ ധ്വനികൾ കൊണ്ട് ഭക്തിസാന്ദ്രമായി 70 അടി നീളമുള്ള പിന്നെ ബഹുവർണ്ണക്കൊടി അത് വലിച്ചു കെട്ടിയപ്പോൾ തക്ബീർ ധ്വനികൾ കൊണ്ട് പള്ളി സാന്ദ്രമായി. എന്നാണ് നിങ്ങൾ ആലോചിക്കുക. തക്ബീർ ധ്വനിയുടെ അർത്ഥം ഈ സമുദായത്തിൽ മനസ്സിലായോ? അത് കേവലം ദിക്റായി മാത്രം അന്തരീക്ഷത്തിൽ തളിർവെറ്റിലയും പപ്പടവും എറിഞ്ഞ് ഭക്തർ വിശുദ്ധനെ വണങ്ങി. പള്ളി ഇമാം ടി.കെ. ഫരീദുദ്ദീൻ ദാരിമിയുടെ നേതൃത്വത്തിൽ ദുഹൂർ നമസ്കാരത്തിന് ശേഷമാണ് കൊടികുത്ത് നടന്നത്. വിശുദ്ധന്റെ കബറിങ്കൽ ജാറം മൂടൽ, ചക്കരക്കഞ്ഞി, കോഴി, പപ്പടം, വെളിച്ചെണ്ണ, കൊടിപ്പണം, പിടിപ്പണം തുടങ്ങിയ നേർച്ചക്കാഴ്ചകൾ സമർപ്പിക്കുവാനും റാത്തീബ്, യാസീൻ, ഖുർആൻ പാരായണം തുടങ്ങിയ സംഗതികൾ നടത്തുവാനും തിരക്കനുഭവപ്പെട്ടു. പ്രധാന വഴിപാടായ ചക്കരക്കഞ്ഞി പള്ളി പരിസരത്ത് വെച്ചുണ്ടാക്കി കഴിക്കാനും ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു. അല്ലെങ്കിൽ മോരും മുതലയും വെച്ച പോലെ ആണും പെണ്ണും കൂടിക്കലർന്ന് ഈ ഹറാമായ പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ പോയി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മറവില് ഈ അനാചാരം പ്രസംഗിച്ചു കൊടുത്ത് അവരെ ഇരുട്ടിൽ തളക്കാൻ ശ്രമിക്കുന്ന പുരോഹിത വർഗമേ, ഇസ്ലാമിന്റെ സുന്ദരമായ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ പ്രവർത്തിക്കുന്ന ഞങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാണ്? വിമർശിക്കുകയാണ് അല്ലേ? ഒരു സ്ത്രീ ഇസ്ലാമിക വേഷം ധരിച്ച് കൃത്യമായി കൊണ്ട് ഭർത്താവിന്റെ കൂടെ മഹറമായ പുരുഷന്റെ കൂടെ പള്ളിയിലേക്ക് വന്ന് നിസ്കാരം നിർവഹിച്ചു പോയാൽ ഹറാമാണ്, ഫിത്തനയാണ്, കുഴപ്പമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ജാറത്തെങ്കിൽ എന്തെല്ലാം തോന്നിയാസം നടക്കണ്. ഭീമാപള്ളി ഉറൂസ് അതിന്റെ അങ്കണത്തില് അതിന്റെ പരിസരങ്ങളില് 250-300 ഹറാം ഒരുമിച്ച നടക്കുന്നത്. ബ്ലൂ ഫിലിം കച്ചവടം അവിടെ ഉണ്ട്, കഞ്ചാവുണ്ട് തുടങ്ങി എന്തൊക്കെ തമ്മാടിത്തരങ്ങൾ. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നാൽ ഇസ്ലാമിന്റെ വേഷം ധരിച്ച് ഇസ്ലാമികമായ ഒരു പള്ളിയിലേക്കോ ജുമാക്കോ വന്ന ഹറാം അല്ലേ? എന്നാൽ നിരവധി ഹദീസുകൾ ബോധ്യപ്പെട്ട വ്യക്തമായ ഒരു കാര്യമല്ലേ അത്? അതിനെങ്ങൾക്ക് വിമർശിക്കാൻ പറ്റുമോ? അപ്പൊ ഇസ്ലാം ഹലാലാക്കിയ ഒരു കാര്യത്തെ ഹറാമാക്കി. പക്ഷെ സമുദായത്തിന് മുമ്പിൽ ഞങ്ങളത് പറഞ്ഞു. അതിനുവേണ്ടി തലശ്ശേരിയിൽ സംവാദം വരെ ഇറങ്ങേറി അല്ലേ? അവസാനങ്ങൾ എന്താ ഉണ്ടായത്? ഷാഫി മദ്ഹബിലെ ഇബാറത്ത് അനുസരിച്ച് പോലും നിങ്ങൾക്ക് ആ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം എന്താ ഉണ്ടായത്? നിങ്ങള് ഇമാം ഷാഫിയുടെ ഉദ്ധരണിയെ കോട്ടിമാറ്റി ഉദ്ധരിച്ചു. ഒരു പെണ്ണ് പെട്ടെന്ന് ആണായി മാറിയാൽ ഓൾക്ക് ആ ഭർത്താവിന്റെ ഷർട്ടിട്ട് പാൻറ്റിട്ട് തുണിയെടുത്ത് അവൾക്ക് പള്ളിയിൽ പോകാം, അല്ലാതെ പെണ്ണിന് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞു എന്ന് ഇബാറത്ത് തലതിരിച്ച് വായിച്ചു. കുടുങ്ങിയില്ലേ ഞങ്ങൾ? ആ സുന്ദരമായ രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. ഇസ്ലാം ഹലാലാക്കിയ കാര്യത്തെ തകർക്കാൻ ശ്രമിച്ചവർ സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടാണെന്ന് കണ്ടോളൂ. ഷാഫി ഇമാമ പറഞ്ഞത്, ഞങ്ങളുടെ ഇമാമ പറഞ്ഞത് വളരെ കൃത്യമാണ്. വല്ല ശ്രേഷ്ഠതയുമുണ്ടെങ്കിൽ നബി തങ്ങൾ സമ്മതം കൊടുക്കുമായിരുന്നു, നബി തങ്ങൾ കൽപ്പിക്കുമായിരുന്നു. നബി തങ്ങൾ കൽപ്പിച്ചിട്ടില്ല, നബി തങ്ങൾ സമ്മതം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തടയരുത് എന്ന് പറഞ്ഞ പള്ളി മസ്ജിദുൽ ഹറാമാണ്. എന്തു പറയാനുണ്ട്? ഇമാം ഷാഫിക്ക് ഇവിടെ തെറ്റുപറ്റിയോ? അതുകൊണ്ട് കാര്യം കൃത്യമായി. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് മുജാഹിദ് പറഞ്ഞാൽ ഈ സംവാദത്തിന്റെ
വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ്, ഇത്തരം പുസ്തകങ്ങളുടെ പൊട്ടപ്പോയത്തം എല്ലാവർക്കും അറിയാം. അഥവാ മാറിയാൽ, അതാണ് ബഷീർ ഫൈസി പറഞ്ഞത്, ഈ ശാസ്ത്രയുഗത്തിൽ അത് തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ പോകാം, അതിവിടെ തർക്കത്തിലിരിക്കുന്ന വിഷയമല്ല. അപ്പൊ ഈ ചങ്ങാതി ഉണ്ടല്ലോ, നമ്മളെ ചങ്ങലേരി, അയാൾ പറഞ്ഞത് പെണ്ണ് പെണ്ണായിരിക്കെ പോകാമെന്നാണ്, ഉത്തമമെന്നാണ്. അത് തെറ്റാകുന്നു. അതിനാണ് ഞങ്ങളത് എടുത്തത്, അതിന് തന്നെയാണ് ഞങ്ങളത് വായിച്ചത്. ഒരിക്കലും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പോലെ ഞങ്ങൾ പറയും. എന്തുകൊണ്ട്? ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ പോയത്തക്കാരെ, നിങ്ങളുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ. അപ്പൊ പെണ്ണ് ആണായി മാറിയാൽ ഉത്തമാണോ? നിർബന്ധമില്ലേ? ആണിന് ജുമക്ക് പകലും നിർബന്ധമില്ലേ? ഒരു പെണ്ണ് ആണായി മാറി ആ ആണിന് ജുമക്ക് പകലും നിർബന്ധമല്ലേ? ഖൈറാണോ? എവിടെ നിന്നാണ് വിവരക്കേട് പഠിച്ചത്? നിങ്ങൾ എവിടെ നിന്നാണ് വിവരക്കേട് മനസ്സിലാക്കിയത്? എന്താ പറഞ്ഞത്? ഇമാം ഷാഫിയുടെ കിതാബെന്ന് കിട്ടൂല. അപ്പൊ ബഷീർ ഫൈസി എന്ത് ചെയ്തു? സർജറി നടത്തി. അതേ ഉദുറുള്ള സ്വതന്ത്ര പുരുഷന് ഉദുറ് നീങ്ങാം, സ്ത്രീ പുരുഷനാകാം സർജറി വഴി. ഇത് നിത്യവാർത്തയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിത്യവാർത്തയനുസരിച്ച് ഒരു സ്ത്രീ സർജറി നടത്തി പുരുഷനായാൽ ആ പുരുഷന് ജുമ നിർബന്ധമില്ലത്രേ. പൊട്ടപ്പോയത്തക്കാരെ, നിർബന്ധമില്ലെന്നാണോ? ഇനിയും നോക്ക്, കുട്ടി പ്രായമെത്തിയവനാകാം, അപ്പോഴും ഉത്തമാണോ? ഒരു കുട്ടി പ്രായമെത്തിയവനായി, അപ്പോഴും ഉത്തമമേ ഉള്ളൂ. അതെന്നെ മൊയ്ലാമാര് ജുമകരിക്കില്ല എന്നാരോ പരാതി പറഞ്ഞത്. ഈ മൊയ്ലാമാരെ ചിലരെയൊക്കെ ചില പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കിണ്ടത്രേ നിസ്കരിക്കാത്തതുകൊണ്ട്. എന്താ കാരണം? ഇതാ മസല. എന്ത്? കുട്ടി പ്രായപൂർത്തിയായവനായാൽ എന്ത് വേണ്ട? ജുമ നിർബന്ധമില്ല, ഉത്തമേ ഉള്ളൂ. ആ ഉത്തമം ചെയ്യാതിരിക്കാനോ? എവിടുന്നാ വന്ന നിങ്ങള്? സർജറി ഉള്ളതും. ഇനിയും കേട്ടോ നിങ്ങൾ. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? ഇങ്ങനെയാണ് പോകേണ്ടത്. മര്യാദകൾ പറയാ. അടിമ, കുട്ടി, ഇവരൊക്കെ ഇങ്ങനെ പോകണം. ഇല്ല നിസ, പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പകർച്ചയാക്കപ്പെട്ട വാസന ഇല്ലാതാകുന്ന വൃത്തിമതി. അവർ സുഗന്ധം ഉപയോഗിക്കരുത്. ആര്? ആണായി മാറിയ പെണ്ണായി മാറിയാണോ? ആരാണ്? ആരെ പറ്റിയാ ഇമാം ഷാഫി പറഞ്ഞത്? ആണായി മാറിയ ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിക്കണ്ട എന്നാണോ? ഇനിയോ ഉഹിബ്ബുലഹുന്ന, അവർക്ക് ഏത് കിതാബ നിങ്ങൾ ഓതിയത്? ലഹുന്ന, ഉഹിബ്ബുലഹുന്ന, ആ സ്ത്രീകൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ടെന്താ പറഞ്ഞത്? അത് ആണായി മാറിയാൽ ആ ആണായി മാറിയ പെണ്ണിന് ജുമ നിർബന്ധമില്ലത്രേ. വിവരക്കേട്. നിങ്ങളുടെ പേരിന്റെ അവസാനം ചേർക്കേണ്ടത് അഹ്സനി എന്ന് തന്നെ. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നിലപാട്. ഇമാം നവവി പറഞ്ഞു, വഖദ് സബതത്തിൽ അഹാദീസ് വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു. ഇമാം ഇബ്നുൽ മുൻദിറും മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്യുന്നു അൽ ഇജ്മാ, ഇജ്മാ ഉണ്ട്. എന്ത്? അലാ അന്നഹാ ലൗ ഹലറത്, ഒരു സ്ത്രീ അവൾ വന്നു, വസല്ലത്തിൽ ജുമുഅ, ജുമുഅ നിസ്കരിക്കുകയും ചെയ്താൽ ജാസ, അവർക്കത് മതിയാകും, അത് അനുവദനീയമാണ്, മതിയാകും. വഖദ് സബതത്തിൽ അഹാദീസു സഹീഹത്തുൽ മുസ്തഫീദ, കൊട്ടക്കണക്കിന് ഹദീസുകൾ ഈ വിഷയത്തിൽ സഹീഹായി വന്നിരിക്കുന്നു. എന്ത്? അന്നനിസാ, ആണായി മാറിയ പെണ്ണല്ല, പെണ്ണ് തന്നെയാണ്. കുന്ന യുസല്ലീന, അവർ നമസ്കരിച്ചിരുന്നു. ഖൽഫ റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ പുറകിൽ. ഫീ മസ്ജിദിഹി, റസൂലുള്ളാഹിന്റെ പുറകിൽ. ഖൽഫ റിജാലി, ആണുങ്ങളുടെ പുറകിലായി റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പെണ്ണുങ്ങൾ നിസ്കരിച്ചിരുന്നു എന്നതിന് കൊട്ടക്കണക്കിന് ഹദീസുകളുണ്ട്. ഇമാം ഷാഫി ഞങ്ങളോട് പറഞ്ഞു, ആ ഹദീസാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പെണ്ണിനെ ആണാക്കി മാറ്റേണ്ടി വന്നു, വേഷപ്രച്ഛന്നരാക്കേണ്ടി വന്നു, തക്കം നോക്കിപ്പോവേണ്ടി വന്നു. അങ്ങനെ പലതും നിങ്ങൾ നോക്കി അതിന്റെ ദുരന്തവും ഈ സമുദായം അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കിതാബിലുള്ളത് പറ. എന്തേ തെളിഞ്ഞത്ര? എന്ത്? ആണായി മാറിയ പെണ്ണ് പോകാൻ ഉത്തമം. അതാ ഇപ്പൊ തെളിഞ്ഞ. അതിനാണോ വന്നത്? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സമൂഹത്തിൽ അരങ്ങേറുന്ന അനാചാരങ്ങളെ, പ്രമാണവിരുദ്ധമായ നിലപാടുകളെ കൃത്യമായി തെളിവിന്റെ വെളിച്ചത്തിൽ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ, ഗ്രന്ഥരചനകളിലൂടെ കൃത്യമായി ഈ മുജാഹിദ് പ്രസ്ഥാനം
നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെ കടിച്ചു കീറലായും ഇത് സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മൂന്നാം കക്ഷി വെള്ളം കലക്കിയിട്ട് അതിൽ നിന്ന് വല്ല പരലുകളെയും കിട്ടുമോ മീനിനെയും കിട്ടുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണത്? അത് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിലുള്ള ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷൂൾ കേസ് ഇസ്ലാമാണ്. അതെന്ന് പറഞ്ഞാൽ കൊണ്ടെടുക്കാൻ പറ്റിയതാണ്. ആ ഇസ്ലാം അവരുടെ അടുക്കലുള്ളത് എലാസ്റ്റിക് രൂപത്തിലാണ്. വലിച്ചു നീട്ടാനും ചുരുക്കാനും ഒക്കെ കഴിയും. സമൂഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അവരുടേതായ ഇച്ഛകൾക്കനുസരിച്ച് നീട്ടിയും പരത്തിയും വെട്ടിയും ചുരുക്കിയിട്ടും അവരവരെ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകും. കാരണം എന്താ? അവരുടെ ലക്ഷ്യം സുന്ദരമായ ദീനിനെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കലല്ല. അതുകൊണ്ട് തന്നെ ഇടക്കാലത്ത് ഇവിടെ തോൽക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു CD ഇറക്കിയിരിക്കുക. എന്നിട്ട് വ്യാപകമായി സമൂഹത്തില് അതില് പ്രചരിപ്പിക്കുന്ന എന്താ അറിയങ്ങള്? ഈ മുസ്ലിയാക്കന്മാരുടെ പിഴച്ച വാദങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറയുന്നു. ആ മറുപടി പറയുന്നതും അവരിങ്ങോട്ട് പറയുന്നതും കേൾപ്പിക്കുക. പിന്നെ 1-2 സംവാദങ്ങൾ തെളിവില്ലാതെ വന്നപ്പോൾ മുസ്ലിയാക്കന്മാർ കലക്കിയിട്ടുണ്ട്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ചരിത്രങ്ങളിൽ എത്രയോ നമ്മൾ അറിയുന്ന കാര്യമാണ്. എന്നപോലെ മുജാഹിദ് പ്രസ്ഥാനം ശാന്തമായ ഓഡിറ്റോറിയത്തിൽ ആളുകളെ വെച്ച് നേതൃത്വത്തെ വെച്ച് കൃത്യമായി നടത്തുന്ന പരിപാടി, അത് അതിന്റെ ശാന്തമായ അന്തരീക്ഷത്തെ തകർത്ത് മുസ്ലിയാക്കന്മാർ മുന്നേറി. അവിടെ നമ്മുടെ സമയമുണ്ട്, നമ്മളുടെ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് വാദിച്ചു. അത് കൃത്യമായി നമ്മളെ സമൂഹത്തിൽ കേൾപ്പിച്ചു. അത് തർക്കവേദിയാന്ന് പറഞ്ഞ് ക്ലിപ്പിട്ട് കാണിക്കുക. ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാര്. എന്നിട്ട് ഇവര് ഞങ്ങൾ ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞ് മുന്നേറാൻ നിൽക്കുക. എന്നിട്ടോ നമ്മുടെ നാദാപുരം ഭാഗത്ത് ഏകദേശം വളരെ ഗംഭീരമായി വർഷങ്ങളായി നടന്നു വരുന്ന ഖണ്ഡനം, ആ ഖണ്ഡന പ്രഭാഷണത്തിന്റെ പ്രതിധ്വനികൾ ആ നാട്ടിൽ കൃത്യമായി നടക്കുന്നു. ഒരുപാട് ആളുകൾക്ക് സുന്ദരമായി ഇസ്ലാമിന്റെ മുഖം കൃത്യമാക്കാനും അന്ധവിശ്വാസത്തിൽ നിന്ന് കൂടൊഴിഞ്ഞു പോരാനും അതുപോലെ തന്നെ സമൂഹത്തിന് നന്മയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പ്രസ്ഥാനത്തിന് അതുവഴി വളരാനും ഒക്കെ സഹായകമായിട്ടുണ്ട്. ആ സത്യത്തെ മറച്ചു വെക്കാൻ ഏതോ 1-2 ആളുകളുടെ അഭിമുഖം. ഇവിടെ നാദാപുരം കലുഷിതമായ അന്തരീക്ഷമാണ്, ഇവിടെ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലേണ്ടവരല്ല, ഇവിടുത്തെ ഗണനം കൊണ്ടൊരു പ്രയോജനമില്ല എന്നൊക്കെ അവരുടേതായ ആളുകളെ വെച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കാം. എന്നാൽ നാദാപുരത്ത് ജനകീയ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ വർഷത്തെ റമദാൻ സഹോദരങ്ങളെ ഒരു കൂട്ടായ്മയോടുകൂടി ജനങ്ങൾ സമൂഹത്തിലിറങ്ങി ഒരു സർവേ നടത്തി. ഞങ്ങളിങ്ങനെ ഒരു റമദാൻ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഏത് വിഭാഗത്തിൽ നിന്നാണ് പണ്ഡിതന്മാരെ വിളിക്കേണ്ടത്? അവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഏകസ്വരത്തിൽ ഭൂരിപക്ഷം പറഞ്ഞു ഹുസൈൻ സലഫിയെ കൊണ്ടുവരൂ. ഞങ്ങൾ പറഞ്ഞതല്ല, അതിന്റെ ഭാഗമായിട്ട് അവിടെ നാദാപുരം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു പരിപാടി, അത് ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കളും തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. ആ രംഗം നിങ്ങൾക്കൊന്ന് കാണാം. ആ സ്വാഗത പ്രഭാഷകന്റെ സംസാരം ഒന്ന് കേട്ടോ. لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. السلام عليكم. ഷാർജ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റ്, വാഗ്മിയുമായ ഹുസൈൻ സലഫി അവറുകളെ, നാദാപുരം ജനകീയ കൂട്ടായ്മ അഹ്ലൻ റമദാൻ എന്ന പ്രമേയവുമായി ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന പ്രഭാഷണ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ നാദാപുരം മേഖലയിലെ ഒരു കൂട്ടം പൊതുപ്രവർത്തകന്മാർ ചേർന്ന് രൂപം നൽകിയ ഒരു സംഘടനയാണ്, ഒരു വേദിയാണ് നാദാപുരം ജനകീയ കൂട്ടായ്മ. ഞങ്ങളുടെ ഈ കൂട്ടായ്മക്ക് യാതൊരുവിധ സംഘടന പക്ഷപാതിത്വവും ഇല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ റംസാൻ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു ഉദ്ദേശവുമായി രംഗത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് നാദാപുരം മേഖലയിലെ നിഷ്പക്ഷരായ കുറച്ചാളുകൾക്കിടയിൽ ഒരു സർവേ നടത്തുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ സർവേയുടെ ഫലമായിട്ടാണ് ആദ്യ
ആദ്യമായി ഈ പരിപാടിക്ക് തുടക്കം കുറിക്കാൻ നമുക്കറിയാം, ഗൾഫ് നാടുകളിലും അതേപോലെ തന്നെ ഈ കേരളക്കരയിലും മാനസിക സംസ്കരണ വിഷയത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന ഹുസൈൻ സൽഫിയെ ഞങ്ങൾ തെരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം. ഇൻഷാ അല്ലാഹ് വരും നാളുകളിലും ഇതുപോലുള്ള സന്ദേശങ്ങളുമായി ഞങ്ങൾ ഈ നാദാപുരം മേഖലയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ നസീമമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാകണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ കലക്ക് വെള്ളത്തിൽ ആ വെള്ളം കലക്കിയിട്ടൊന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ തർക്കത്തിനിടയിൽ എങ്ങനെയെങ്കിലും ഇവരുടെ ഈ ചിന്താഗതിക്കനുസരിച്ചുള്ള കുഞ്ഞാടുകളെ കിട്ടുമോ എന്ന് ശ്രമിച്ചുകൊണ്ട് ജമാഅത്തുകാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പണ്ട് കേസി പറയാറുള്ളത് പോലെ ക്ലോസറ്റിലെ വെള്ളം പോലെയാണ്. ക്ലോസറ്റിലെ വെള്ളം കൂടില്ല കുറയൂല എന്ന് പറഞ്ഞ മാതിരി ഒരു മഹലില് 30 കൊല്ലം അവർ ജീവിച്ചാലും 10 കൊല്ലം ജീവിച്ചാലും അവരെങ്ങനെ ഉണ്ടായാലും അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു പ്രതിധ്വനി സമൂഹത്തിൽ ഉണ്ടാവില്ല. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൗഹീദിന്റെ, ശിർക്കിന്റെ, ഇസ്ലാമിന്റെ, സുന്നത്തിന്റെ വിഷയങ്ങളിലൊന്നും കണിശതയില്ല. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ പരിഹസിക്കുകയും അവരുടെ വേഷത്തെയും അവരുടെ പ്രവർത്തനത്തെയും കൊച്ചാക്കി കാണുകയും ചെയ്യുന്ന ആളുകളാണ് ഇവര് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഞങ്ങൾ ഈ മാർഗത്തിൽ ശക്തമായി പൊരുതുന്നതിന്റെ പിന്നിലെ പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു തആലയാണ് പറഞ്ഞിട്ടുള്ളത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉദാത്തമായ സന്ദേശം പറയുന്ന മറ്റൊരാളുമില്ല എന്നാണ്. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തെ ജനസമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഒരു പ്രബോധന സംഘം എക്കാലത്തും ഉണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ലാ തസാലു ത്വായിഫത്തൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യതി അംറുല്ലാഹ്. അന്ത്യനാൾ വരെ ഹക്കിന്റെ മാർഗത്തിൽ പ്രകാശിക്കുന്ന ഒരു സംഘമുണ്ടാകും. അവർ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വകവെക്കാതെ മുന്നേറുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവരുടെ തീവ്രവാദപരമായ നിലപാട്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ പുതിയ ചിന്തകൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശവുമായി യോജിക്കാത്തതാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ തൗഹീദിന്റെ സന്ദേശം അത് ജനസമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനാണ് അമ്പിയാക്കന്മാർ വന്നതെങ്കിൽ, മറിച്ച് ഇവിടെ നഷ്ടപ്പെട്ട ഭരണം അത് തിരിച്ചു പിടിക്കലാണ് ഒരു മുസൽമാന്റെ ദൗത്യമെന്നും ദീനിന്റെ ഭരണമില്ലാത്ത നാട് യഥാർത്ഥത്തില് സങ്കല്പത്തിലെ വീട് പോലെയാണെന്നും പറഞ്ഞുകൊണ്ട് അബുൽ മൗദൂദിയെ പോലെയുള്ള, സയ്യിദ് ഖുതുബിനെ പോലെയുള്ള, ഹസനുൽ ബന്നയെ പോലെയുള്ള തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകളുടെ തീവ്രവാദ പുസ്തകങ്ങളും നിലപാടുകളും ഈ സമുദായത്തിലേക്ക് വലിച്ചഴക്കുകയും എന്നിട്ട് അവരിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇന്നും തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ നാം കാണുകയാണ്. അങ്ങനെ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെയുള്ള സമുദായത്തിന്റെ ഭദ്രതയിലും ഒരുപാട് വികലമായ വിശ്വാസങ്ങൾ കുത്തിവെച്ച് യഥാർത്ഥത്തിൽ അടിസ്ഥാനമായ ആദർശത്തിൽ നിന്ന് സമൂഹത്തെ കൊണ്ടുപോവുകയും എന്നിട്ട് ഇതൊക്കെ തർക്കമാണ്, ഇതൊക്കെ വെറുതെ അനാവശ്യമായ വേദിയാണ് എന്ന് പറഞ്ഞ് തികച്ചും ഭൗതികത അടിസ്ഥിതമായ സന്ദേശങ്ങളിലേക്ക്, ചിന്താധാരകളിലേക്ക് ആളുകൾ വലിച്ചു കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, കുൽ ഹാദിഹി സബീലി, പറയൂ പ്രവാചകരെ ഇതാകുന്നു എന്റെ മാർഗം, അതോ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഈ മാർഗത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് അലാ ബസീറത്തിൻ, വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടിയാണ്, വ്യക്തമായ കാഴ്ചയോടുകൂടിയാണ്, അഥവാ പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ്, അഥവാ ഖുർആനും സുന്നത്തും വഹീനാൽ കിട്ടിയ സന്ദേശമാണ്. അനവമനിത്വബാനി, ഞാൻ മാത്രമല്ല എന്നെ പിൻപറ്റുന്നവരും, സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, വമാന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവനല്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് സഹോദരങ്ങളെ. എന്നാൽ ഈ ജമാഅത്തുകാരോ ക്ഷേത്രങ്ങളിലും അതുപോലെ ഉത്സവപ്പറമ്പുകളിലും അതുപോലെ തന്നെയുള്ള മറ്റു മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വേദികളിലുമെല്ലാം
എത്രത്തോളം ഇസ്ലാമിന്റെ ആദർശങ്ങളെ പണയം വെക്കുകയും അത്തരത്തിലുള്ള ആളുകളെ പ്രീതിപ്പെടുത്താൻ എന്തെല്ലാം ശിർക്കൻ പ്രവണതകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്ന് പത്രവാർത്ത നമുക്ക്, അവരുടെ പ്രവർത്തനം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വ്യതിരക്തത നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിലനിൽക്കുന്നത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ചിന്തയിലല്ല, കള്ളക്കഥകളിലല്ല, കെട്ടുകഥകളിലല്ല, ഉമ്മാമക്കഥകളിലല്ല, മറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിത സന്ദേശമായ തിരു ഹദീസിന്റെയും വെളിച്ചത്തിലാണ്. ആ രണ്ട് ആധാരങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിച്ച ഏറ്റവും നല്ല തലമുറയെന്ന് റസൂൽ പറഞ്ഞ അല്ലാഹു തൃപ്തിപ്പെട്ട സ്വഹാബത്തിന്റെ മാർഗമാണ്. ഈ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഖുർആനും ഹദീസും മുന്നിൽ വെച്ച് ഞങ്ങൾ രംഗത്ത് വരുമ്പോൾ ഇതിന് വിപരീതമായി അഹ്ലുസുന്നയുടെ മറവിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളും ഈ സമുദായത്തിന് മുതുകിൽ വെച്ച് അവരുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് രണ്ട് ലോകവും അവർക്ക് നഷ്ടപ്പെടുത്തുന്ന പുരോഹിത വർഗത്തെ, അവരുടെ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത്. ഇത് നല്ല രൂപത്തിൽ നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ വാക്കിലോ എൻ്റെ സംസാരത്തിലോ എൻ്റെ ശൈലിയിലോ ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വല്ല വാക്കും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിവിദ്വേഷമല്ല, പ്രസ്ഥാന വിദ്വേഷമല്ല, ധാർമ്മിക രോഷം മാത്രമാണ്, ആദർശത്തിനോടുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് സത്യത്തെ സത്യമായി ഉൾക്കൊണ്ട് ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കുകയും സമൂഹത്തിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിച്ച് സമുദായത്തെ രാഷ്ട്രീയത്തിന്റെ ചവറുകളിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന ഈ ഭൗതിക പ്രസ്ഥാനങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.